നമുക്ക് കർത്താവിന്റെ മുമ്പാകെ ഒരിക്കൽ കൂടെ കണ്ണടച്ച് കർത്താവിലേക്ക് തന്നെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാൻ. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്തുതിക്കുന്നു. അത് കർത്താവേ, അവിടുത്തെ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ പോലും ഞങ്ങൾക്ക് ആർക്കും യോഗ്യതയില്ല കർത്താവേ. അവിടുത്തെ പരിശുദ്ധ സന്നിധിയിലേക്ക് ഞങ്ങളതിനെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടെ കഴുകണം. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ട് ഒരു പൂജ്യമായിട്ട് സീറോ ആയിട്ട് കർത്താവ് ഞങ്ങളെ താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകുകയും സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കുകയും ചെയ്യണം. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കാണണം കർത്താവെ, ആ ജീവന്റെ പ്രമാണത്തെ ഉറ്റുനോക്കുവാൻ, ടു ലുക്ക് ഇന്റൻലി അറ്റ് ദ ലോ ഓഫ് ഗോഡ് കർത്താവെ, ടു ലുക്ക് അറ്റ് ദ റോയൽ ലോ ഓഫ് ലിബർട്ടി, ആ സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണത്തിലേക്ക് തന്നെ ഉറ്റുനോക്കുവാൻ, യേശുവിലേക്ക് ഉറ്റുനോക്കുവാൻ കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ രൂപാന്തരപ്പെടുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉള്ള കുറവുകളെ കാണുവാനും, യേശുവിന്റെ തേജസ്സിനെ കണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളിലെ കുറവുകൾ കാണുവാനും, മാനസാന്തരപ്പെടുവാനും, ആഴത്തിൽ ഞങ്ങളതിനെ സമർപ്പിക്കുവാനും, ആ രക്തത്താൽ കഴുകപ്പെടുവാനും, വീണ്ടും പരിശുദ്ധാത്മാവിന്റെ നിറവില് കർത്താവെ അതേ സ്വരൂപത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ കാണിച്ച ആ യേശുവിന്റെ സ്വരൂപത്തിലേക്ക് ഞങ്ങളെയും അതേ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് അതേ സ്വരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുണ്യനാമത്തെ മഹത്വപ്പെടുത്തിയായിട്ട് എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മളിപ്പം വെളിപാട് പുസ്തകം 22 അധ്യായം 13 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ മെയിനായിട്ട് ഒരു കാര്യമേ കണ്ടുള്ളൂ. എന്താ? ജീസസ് ഈസ് ദ ആൽഫ ആൻഡ് ഒമേഗ. റെവലേഷൻ വെളിപാട് ദിവസം 22 13 വാക്യം. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദ്യവും അന്തവും ആകുന്നു. നമുക്ക് വെളിപാട് പുസ്തകത്തിന്റെ കോണ്ടെക്സ്റ്റ് ഒക്കെ നമ്മൾ എല്ലാ ആഴ്ചയും പറയുന്നതാ. അവസാന കാലമായി എതിർ ക്രിസ്തുവിന്റെ വരവെടുത്തു, ഇനിയിപ്പം മഹോപദ്രവം, പിന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവ്, സഹസ്രാബ്ദ വാഴ്ച, പിന്നെ അവിശ്വാസികളുടെ ന്യായവിധി. അപ്പം സഹസ്രാബ്ദ വാഴ്ചയുടെ തുടക്കത്തിൽ വിശ്വാസികൾ കർത്താവിന് മുമ്പാകെ കണക്ക് കൊടുക്കാനായിട്ട് നിൽക്കുന്നു. സഹസ്രാബ്ദ വാഴ്ച, പിന്നെ അവിശ്വാസികളുടെ ന്യായവിധി. അവിശ്വാസികളുടെ ന്യായവിധിക്ക് തൊട്ട് മുമ്പായിട്ട് സാത്താനെ ലേക്ക് ഓഫ് ഫയർ, അഗ്നിപ്പൊയ്കയിലേക്ക് അവനെ എടുത്തിടും. അതിന്റെ അപ്പുറവും ഇപ്പുറവും ആരൊക്കെയുള്ള ഇത് ക്രിസ്തുവും കള്ളപ്രവാചനും ഒക്കെ കൂട്ടനായിട്ടുണ്ട്. കൂട്ടനെന്ന് പറയുമ്പോൾ അവിടെ കൂട്ടായ്മയൊന്നും ഇല്ല, അവിടെ വിരോധവും പകയും മാത്രമേ ഉള്ളൂ നരകത്തില്. അപ്പോൾ അതുപോലെയുള്ള ഒരു നരകിച്ച് ഒരു നരകമായിരിക്കും അത്. പിന്നെ അവിശ്വാസികളുടെ ന്യായവിധി, ജീവന്റെ പുസ്തകത്തിൽ പേര് കാണാത്തവരുടെ എല്ലാം ഉള്ള ന്യായവിധിയെക്കുറിച്ചുള്ള ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, വലിയ വെള്ള സിംഹാസനത്തിലുള്ള ന്യായവിധിയെക്കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 20:11 മുതലുള്ള വാക്യങ്ങളൊക്കെ കണ്ടായിരുന്നു. അതിനുശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും, ഇപ്പോൾ ഉള്ള ആകാശം ഭൂമിയും എല്ലാം അഗ്നിക്കിരയാവുന്നു. പുതിയ ആകാശം പുതിയ ഭൂമി, കുഞ്ഞാടിന്റെ കല്യാണം, കാന്തയുടെ വർണ്ണന. 22 അധ്യായത്തില് കർത്താവ് സിംഹാസനത്തില് പിതാവിന്റെയും പുത്രന്റെയും സിംഹാസനത്തിൽ നിന്ന് ഒഴുകി വരുന്ന പരിശുദ്ധാത്മാവിന്റെ നദി നമ്മുടെ ജീവിതത്തിൽ പിതാവും പുത്രനും സിംഹാസനസ്ഥരാണെങ്കിൽ, അതായത് ഞാനല്ല, കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ പിതാവും എൻ്റെ കർത്താവുമായിട്ടുള്ള യേശു കർത്താവുമാണ് എൻ്റെ ജീവിത സിംഹാസനം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്കൊരു വിൽ പവർ ഉണ്ട്, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്. അവിടെ നമ്മെ തന്നെ എങ്ങനെ താഴ്ത്തി ഏൽപ്പിക്കുകയാണെങ്കിൽ ആ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഒരിടത്ത് രാജാവ് ഉണ്ടെങ്കിൽ, എന്താ രാജാവ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തീരുമാനങ്ങൾ ആരാ എടുക്കുന്നത്? ഇപ്പം തന്നെ മന്ത്രിസഭ ചേർന്ന് തീരുമാനങ്ങൾ എടുത്തു. നമ്മളിപ്പം വാട്സപ്പിലും പത്രങ്ങളിലും ഒക്കെ ന്യൂസ് അപ്ഡേറ്റ്, മന്ത്രിസഭ യോഗം ചേർന്നു, മന്ത്രിസഭയുടെ യോഗത്തിൽ ഇന്ന തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ ആ ഭരിക്കുന്നവരാണ് ഇപ്പം നമ്മുടെ ഇപ്പം പിന്നെ രാജകാലമല്ല, പിന്നെ മുഖ്യമന്ത്രിയും ബാക്കിയുള്ള മന്ത്രിമാരുമാണ്. അപ്പം അവർ ഭരിക്കുന്നവരാണ് അവിടുത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെയാണ് ഭരിക്കുന്നതെങ്കിൽ നമ്മൾ തന്നെ തീരുമാനങ്ങൾ എടുക്കും. ഞാൻ ഇത് ചെയ്യണം, അത് ചെയ്യണം, അങ്ങനെ എങ്ങനെ സമയം ചെലവഴിക്കണം, എങ്ങനെ മൊബൈൽ ചെലവഴിക്കണം, എങ്ങനെ മൊബൈൽ എത്രമാത്രം നോക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്ത് തരത്തിലുള്ള വാക്കുകൾ പറയണം, എന്ത് തരത്തിലുള്ള ചിന്തകൾ, എന്ത് തരത്തിലുള്ള തീരുമാനങ്ങൾ, അതെല്ലാം നമ്മൾ തന്നെ തീരുമാനിക്കുന്നത്. പക്ഷേ യേശുവാണ് എൻ്റെ ജീവിതത്തിലെ രാജാവ്, സ്വർഗീയ പിതാവാണ് എൻ്റെ ജീവിതത്തിലെ രാജാവെങ്കിൽ നമ്മളെ ഒരു നിസ്സഹായ അവസ്ഥയിൽ നമ്മെ തന്നെ ഒരു താഴ്ത്തി, ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കഴിക്കാൻ കഴിയില്ലെന്ന് പറയുന്നത് പോലെ നമ്മെ തന്നെ താഴ്ത്തി ഒരു പട്ടപൂജ്യമായിട്ട് കർത്താവിന് മുമ്പാകെ സമർപ്പിക്കുമ്പോൾ എന്താ, പരിശുദ്ധാത്മാവ് നമ്മളിൽ ഒന്ന് നിറഞ്ഞ് യേശുവിൻ്റെ ചിന്തകളും വാക്കുകളും ഒക്കെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിൽ നിറയുകയും ആ കർത്താവിന്റെ ജീവനായിരിക്കും നമ്മളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവർത്തികളിലും ഒക്കെ വർത്തമാനമായിട്ട്, നമ്മളാരും പെർഫെക്റ്റ് ആയിട്ട് തീരുന്നില്ലെന്ന് അധികമായിട്ട് വെളിപ്പെടുന്നത്. അപ്പൊ അതാ നമ്മുടെ ജീവിതത്തിന്റെ സിംഹാസനം എന്ന് പറയുമ്പം അവിടെ തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്. അപ്പൊ അത് നമ്മുടെ അങ്ങ്
അവിടെ കർത്താവെ എൻ്റെ ഇഷ്ടം പോലൊന്നും അല്ല എന്ന് പറഞ്ഞ് നമ്മെ തന്നെ പൂജ്യമായിട്ട്, വട്ടപൂജ്യമായിട്ട്, സീറോ ആയിട്ട് നമ്മെ തന്നെ താഴ്ത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോഴാണ് വചനം ആകുന്ന വാള് വന്ന് നമ്മുടെ ജഡത്തെ നുറുക്കി ആത്മാവിന്റെ തീ നമ്മുടെ ആത്മാവിലേക്ക് ഇറങ്ങി ആ പരിശുദ്ധാത്മാവിന് പിതാവിന്റെയും പുത്രന്റെയും ജീവന്റെ അനുസരണത്തില് ജീവന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ജീവനനുസരിച്ച് ഉള്ള തീരുമാനങ്ങൾ, ആത്മാവിന്റെ ചിന്ത ജീവനും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിൽ നമ്മുടെ ചിന്തകൾ, നമ്മളുടെ പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ അധികമായിട്ടായി തീരുന്നു. അപ്പം അവിടെ നമ്മളുടെ ആത്മാവില് പരിശുദ്ധാത്മാവ് തന്നെ രാജാവായിട്ടായിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ്, പിതാവിന്റെ ആത്മാവ്, പുത്രന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പം യേശുവിന്റെയും പിതാവിന്റെയും യേശുവിന്റെയും ഒരു സിംഹാസനം നമ്മളുടെ അതിവിശുദ്ധ സ്ഥലമായ നമ്മുടെ ആത്മാവില് ആകുന്നു. അവിടെ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് ദുഃഖിച്ചങ്ങിരിക്കുക. നമ്മളുടെ ജഡം, ഞാൻ തന്നെ നമ്മളുടെ ജീവിതം അങ്ങ് നയിക്കുക. എങ്ങനെ പ്രതികരിക്കണം, എന്ത് പറയണം, എന്ത് ചിന്തിക്കണം, എങ്ങനെ പകരം വീട്ടണം, എന്ത് കാര്യങ്ങൾ ചെയ്യണം, അതെല്ലാം ഞാൻ തന്നെ അങ്ങ് തീരുമാനിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചങ്ങ് ഇരിക്കുക. പക്ഷെ നമ്മളുടെ ആ ജഡത്തിന് അവിടെ ജഡം എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ വലിയ ജഡികമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. എന്നാൽ ജഡം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സ്വന്തം ഇഷ്ടം, പക്ഷെ ഞാനവിടെ പൂജ്യമായിട്ട് താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് അവിടെ സിംഹാസനം ലഭിക്കുന്നു. അപ്പൊ ഒന്നുകിൽ ഞാൻ തന്നെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു, അല്ലെങ്കിൽ യേശുവിന് ആ സിംഹാസനത്തിൽ ഇരിക്കാനൊക്കെ. സിംഹാസനം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആ വിൽ പവറിൽ നമ്മള് ആർക്ക് മേൽക്കോയ്മ കൊടുക്കുന്നു? പരിശുദ്ധാത്മാവിന് കീഴടങ്ങുന്നോ അതോ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് കീഴടങ്ങുന്നു? അതാണ് ആരാണ് സിംഹാസനത്തിലായിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ആലങ്കാരികമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തെ നയിക്കാനായിട്ട് നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ളൊരു ആത്മീയ ജീവിതം. മറ്റേത് നമ്മളുടെ സ്വന്തം ഇഷ്ടപ്രകാരം, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം വലിയ മോശമൊന്നുമല്ലാത്ത രീതിയിൽ നമ്മളുടെ സ്വന്തം കാഴ്ചപ്പാടിൽ ദേഹിയിലുള്ള ബുദ്ധിയും യുക്തിയൊക്കെ അനുസരിച്ച് നമ്മുടെ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ മാന്യമായിട്ടുള്ളൊരു പൊതുവിരുദ്ധം, റിഫോംഡ് ആയിട്ടുള്ളൊരു ജീവിതം, ഒരു പരിഷ്കരിച്ച ഒരു ജീവിതം, അവിടെ രൂപാന്തരപ്പെട്ട യേശുവിന്റെ ജീവനല്ല, മറിച്ച് എൻ്റെ തന്നെ ഒരു പരിഷ്കരിച്ച സ്വയജീവനാണ് അവിടെ വെളിപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാത്തിലും അങ്ങ് ക്രെഡിറ്റ് എടുക്കാനും എല്ലാത്തിനും മനുഷ്യമാനം തേടാനും ഒക്കെ വലിയ ആസക്തി. എന്ന് വെച്ചാൽ എന്താ, ഞാൻ തന്നെ ജീവിക്കുന്നത്, എത്ര നല്ല സഹോദരൻ എന്ന് പറയുമ്പോൾ ഞാൻ എത്ര വലിയ ആളാ, അമ്പടെ ഞാനേ, അപ്പൊ ഞാൻ തന്നെ അവിടെ ജീവിക്കുന്നത് കൊണ്ട്. മറിച്ചത് യേശുവിന്റെ ജീവനാകുമ്പോൾ നമ്മളെ ആരെങ്കിലും പൊഴുത്തുമ്പോഴും കർത്താവേ അവിടുത്തെ കരുണ, അവിടെ നിന്നാണ് എല്ലാം ചെയ്യുന്നതല്ലോ, എനിക്കെന്തോ ഗ്ലോറി എടുക്കാനുള്ള എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമ്മൾ വരും. അപ്പൊ യേശു രാജാവായിട്ടിരിക്കുന്ന സിംഹാസനം, പിതാവും യേശുവും രാജാവായിരിക്കുന്ന സിംഹാസനം കണ്ടോ? എവിടെ? വെളിപാട് 22 1 വാക്യത്തിൽ അത് അക്ഷരികമായിട്ട് സ്വർഗത്തിലുള്ള ഒരു സിംഹാസനം. ഇന്നത് ആത്മീയമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അത് ആ സിംഹാസനം ആയി തീർന്നാൽ പരിശുദ്ധാത്മാവിന്റെ ജീവജല നദികൾ നമ്മളിൽ നിന്ന് ഒഴുകും. അവിടെ ആരാധിക്കുന്ന അടിമദാസന്മാരെ കുറിച്ചൊക്കെ നമ്മൾ മുഖം കണ്ട് ആരാധിക്കും. ഇന്ന് നമ്മള് ആത്മാവില് കടമൊഴി എന്ന വണ്ണം, കടമൊഴി എന്ന് പറഞ്ഞാൽ എന്താ? കടമൊഴി എന്ന വണ്ണം എന്നുള്ള ആ വാക്ക്, ഈ കടമൊഴി എന്നുള്ള മലയാളം വാക്കൊക്കെ എത്ര പരിചിതമാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ ക്ലിയർ, ഡിംലി അസ് ഇൻ എ മിറർ, ഐനിക്മ എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന വാക്യം എവിടെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? 1 Corinthians 13:12. 1 Corinthians 13:12 നാം ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. കടമൊഴിയായി കാണുന്നു എന്ന് പറയുമ്പോൾ എന്ത്? കടമൊഴി, കടയെന്നും കേട്ടിട്ടുണ്ടോ, മൊഴിയെന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ കടമൊഴിയായി കാണുന്നു, ഡിംലി, ഇംഗ്ലീഷിൽ ഡിംലി. അപ്പൊ ഗ്രീക്കിൽ എന്താ വെച്ചാൽ ഐനിക്മ, ഒബ്സ്ക്യൂർ തിങ്. എനിക്മ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, മിസ്റ്ററിയെ കുറിച്ചൊക്കെ പറഞ്ഞ എനിക്മാറ്റിക്. ഇത് ഐനിക്മ, ഒബ്സ്ക്യൂർ തിങ്. അതായത് ഇന്ന് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുക, നമ്മളിവിടെ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പം നാം കർത്താവിന്റെ തേജസ്സിനെ നമ്മുടെ ആത്മാവിലെ കർത്താവിന്റെ ആ താഴ്മയും സ്നേഹവും കാർക്കശ്യവും കർത്താവിന്റെ ആ ഒരു സീലും തീക്ഷ്ണതയും അതെല്ലാം നമുക്ക് പരിശുദ്ധാത്മ നമുക്ക് കാണിച്ചു തരും. എന്നാൽ ഒരു കണ്ണാടിയിൽ കടമൊഴി എന്ന വണ്ണമേ നമ്മളൊരു ഡിംലി, വളരെ അവ്യക്തമായിട്ടെന്ന് പറഞ്ഞാൽ നിത്യതയുടെ വെളിച്ചത്തിൽ ഇത് വളരെ അവ്യക്തമാണ്. പൗലോസ് അപ്പോസ്തലൻ പോലും അത്ര അവ്യക്തമാണ്. എന്നാൽ അത് നമ്മുടെ വിഷ്വൽ അക്വിറ്റി, ഒഫ്താൽമോളജിസ്റ്റ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ വിഷ്വൽ അക്വിറ്റി, നമ്മുടെ 6x6 വിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷ്വൽ അക്വിറ്റി, നമ്മളുടെ ആത്മീയ കാഴ്ച കൂടുതൽ ഷാർപ്പായിട്ട് വരുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് യേശുവിന്റെ തേജസ്സിനെ കാണാനും യേശുവിന്റെ സ്വഭാവത്തെ കാണുവാനും ഒക്കെ സാധിക്കും. അത് ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ
അതാ നമ്മളിപ്പോൾ വായിച്ച എന്താ 1 Corinthians 13:12 ഇപ്പോൾ കണ്ണാടിയിൽ കടമൊഴിയായിട്ട് കാണുന്നു. അന്ന് നമ്മൾ നേരിട്ട് കാണും. അതാ നമ്മൾ പറഞ്ഞത് അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ നാം അംശമായി അറിയുന്നു, അപ്പോഴും നാം അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. അപ്പൊ ആ അപ്പോഴോ മുഖാമുഖമായി കാണുന്നു. അപ്പോൾ അതാ ഈ അപ്പോഴാണ് നമ്മളിപ്പോൾ വായിച്ച് വെളിപ്പാട് 22-ന്റെ 3-4 വാക്യങ്ങളിൽ 4-ാമത്തെ വാക്യം, അവർ അവന്റെ മുഖം കാണും. യേശുവിന്റെ മുഖം കണ്ട്. ഇന്ന് നമുക്ക് ആത്മാവിൽ കർത്താവിന്റെ മുഖം കണ്ട് വചനവാകുന്ന കണ്ണാടിയിൽ കർത്താവിന്റെ തേജസ്സിനെ കണ്ട് നമ്മളത് എവിടെ വായിക്കുന്നേ? 2 Corinthians 3:18 2 Corinthians 3:18 കണ്ണാടിയിൽ തേജസ്സിനെ കാണുന്നതിനെ കുറിച്ച് വായിക്കുന്നുണ്ട് നമ്മളവിടെ. യേശുവിന്റെ തേജസ്സിനെ കണ്ട് അതേ സ്വരൂപത്തിലൂടെ അനുരൂപപ്പെടുന്നതിനെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴും ആ വാക്യം ഓർമ്മ വന്നല്ലോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് താഴോട്ട് താൻ വേഗം വരുന്നു, തന്റെ പ്രതിഫലം തന്റെ പക്കലുണ്ട്. കർത്താവ് തന്നെയാണ് പ്രതിഫലം, ആത്യന്തികമായിട്ടുള്ള എല്ലാത്തിലും ഉപരിയുള്ള പ്രതിഫലം യേശുവിനാണ് നമ്മുടെ പ്രതിഫലം. ഇന്നും അന്നും നമുക്ക് യേശുവാണ് പ്രതിഫലം. നമുക്ക് എന്തോ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയോ ജോലിയോ കാര്യങ്ങളോ ഒക്കെ അത് നിത്യതയുടെ വെളിച്ചത്തിൽ അതൊന്നും ഒന്നുമില്ല. അതൊക്കെ ഇപ്പോഴത്തെ കാലത്തേക്ക് കർത്താവിന്റെ ഒരു കരുണയിൽ നമുക്ക് ദൈവം വേണ്ടുന്നതെല്ലാം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊള്ളും. നമുക്ക് വേണ്ടുന്ന ജോലിയോ പഠിത്തമോ അല്ലെങ്കിൽ വിവാഹ പങ്കാളിയോ അല്ലെങ്കിൽ PGയോ പ്ലേസ്മെന്റോ സാലറിയോ വീട് പുതുക്കി പണിയുന്നതോ അല്ലെങ്കിൽ വേറെ അതുപോലെ നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ അത് കർത്താവ് നിറവേറ്റും. അവിടുന്ന് നിറവേറ്റാൻ മതിയായവനാണ്. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിന് അറിയാം. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ നിറവേറ്റും എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് ആവശ്യങ്ങളൊക്കെ നീഡ് ഒക്കെ നിറവേറ്റും എന്നൊക്കെയാണ് നമ്മളവിടെ ഫിലിപ്പിയർ 4:19 വാക്യം നമ്മളെപ്പോഴും പറയുന്ന വാക്യമാണ്. അപ്പം കർത്താവിന്റെ മഹത്വത്തിന്റെ ദിനത്തിനൊത്തവണ്ണം നിറവേറ്റിക്കൊള്ളും. പക്ഷേ ആത്യന്തികമായിട്ട് യേശുവിനെ പോലെ യേശു തന്നെയാണ് നമ്മുടെ പ്രതിഫലം. കർത്താവിനെ പോലെ കർത്താവിന്റെ ആ ഒരു സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു സംതൃപ്തിയും സ്നേഹവും അതൊക്കെ നന്ദിയൊക്കെ നിറഞ്ഞു കവിയുന്നൊരു ജീവിതം, അതാണ് കർത്താവിന്റെ പ്രതിഫലം. ആത്യന്തികമായിട്ട് നിത്യതയിലും കർത്താവിനോട് ഏറ്റവും ചേർന്നിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രതിഫലം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടു. എബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഐ ആം ദൈ എക്സീഡിംഗ്ലി ഗ്രേറ്റ് റിവാർഡ് എന്ന് എവിടാ പറയുന്നേ? ഉൽപ്പത്തി ജെനസിസ് 15:1. ഓക്കെ, ഉൽപ്പത്തി 15:1 വാക്യത്തിൽ ഐ ആം ദൈ ഗ്രേറ്റ് എക്സീഡിംഗ്ലി ഗ്രേറ്റ് യുവർ റിവാർഡ് ഷാൽ ബി ഗ്രേറ്റ് എന്ന് NSBയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും KJVയിൽ ട്രാൻസ്ലേഷനും നമ്മുടെ മലയാളത്തിലെ സത്യവേദ പുസ്തകത്തിൽ ഞാൻ തന്നെ നിന്റെ മഹത്വപരമായിട്ടുള്ള ആ പ്രതിഫലമായിരിക്കും എന്നുള്ള ഒരു വാക്യമൊക്കെ നമ്മൾ വായിച്ചു. കർത്താവ് തന്നെയാണ് പ്രതിഫലം. അത് കഴിഞ്ഞിട്ട് പിന്നെ 13-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടേ. നമ്മുടെ ജീവിതത്തിലെ നമ്മളൊന്ന് നോക്കിയാൽ ആൽഫയും ഒമേഗയും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ്. ബൈബിൾ തുടങ്ങുന്നതിന് എങ്ങനെ? ഇൻ ദ ബിഗിനിങ് മാൻ, അങ്ങനെയാണോ? അല്ല, ഇൻ ദ ബിഗിനിങ് ആദിയിൽ ഞാൻ എന്നാണോ? അല്ല, ആദിയിൽ ദൈവം. ഇൻ ദ ബിഗിനിങ് ഗോഡ്. നമ്മുടെ ജീവിതവും വചനപ്രകാരമായിരിക്കുവാനായിട്ട് വചനം തുടങ്ങിയതുപോലെ തന്നെ നമ്മളും തുടങ്ങണത് ആദിയിലെ ദൈവം. നമ്മുടെ ദിവസം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ യേശുവേ, നമ്മളിനി എത്ര തിരക്കോ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും കർത്താവിനെ ഇപ്പം മൊബൈൽ റിങ് ചെയ്യുന്നുണ്ടായിരിക്കും, ബാക്കി എന്നാലും യേശുവേ വിളിച്ച് ആ ഒരു കർത്താവിലെ പിതാവേ, ഡാഡ് ഇൻ ഹെവൻ, സ്വർഗത്തിലെ അപ്പച്ച എന്ന് വിളിച്ചുകൊണ്ടുള്ള ഒരു ദിവസത്തിൻ്റെ ഒരു തുടക്കം, ദിവസം മൊത്തവും ആ ഒരു കർത്താവിനോടുള്ളൊരു കമ്മ്യൂണിയനിലെ സ്നേഹ സംസർഗത്തിൽ നമ്മളായിരിക്കണം. അവസാനം കർത്താവെ എല്ലാ മഹത്വം അവിടത്തേക്ക് നമ്മൾ ആ ദിവസം തുടങ്ങുന്ന ആ ഒരു വാക്യം ഏശയ്യാവ് 50:4 നമ്മൾ പറഞ്ഞ ആ വാക്യത്തിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾ പലതവണ എടുത്തിട്ടുള്ളത് ഏശയ്യാവ് 50:4. ഞാൻ തിരുവനന്തപുരത്ത് അവിടെ നിങ്ങളോട് സംസാരിച്ചപ്പോഴും ചെറുപ്പക്കാരോട് സംസാരിച്ചപ്പോൾ ആ വാക്യം തന്നെ വീണ്ടും പറഞ്ഞായിരുന്നു. വിട്ടുപേർ പറഞ്ഞ ഒരു 3 വാക്യങ്ങൾ. ദിവസത്തിന് തുടക്കത്തിൽ ഏശയ്യാവ് 50:4 ശബ്ദം കേട്ട് ഉണർത്തുന്നു എന്നുള്ള ഒരു വാക്യം. പിന്നെ കർത്താവിനെ എല്ലാം ഓരോ അവേഴ്സ് എല്ലാം കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. കർത്താവിൻ്റെ കൂടെ കർത്താവെ അവിടുത്തെ ഷെഡ്യൂൾ അനുസരിച്ച് പോകാൻ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ താഴ്മയിൽ കർത്താവിനോട് ചേർന്ന് നടക്കുന്നു. ഇതാണ് സങ്കീർത്തനം 139:16 വാക്യം. യു ഹാവ് ഷെഡ്യൂൾഡ് ആൻഡ് റെക്കോർഡഡ് എന്നുള്ള വാക്യമൊക്കെയാണ് നമ്മൾ അവിടെ അതിൻ്റെ ലിവിങ് ബൈബിൾ പാരഫ്രൈസിൽ 139 സങ്കീർത്തനത്തിൻ്റെ 16 വാക്യത്തിൽ നമ്മൾ കണ്ടത്. ഷെഡ്യൂൾഡ് ആൻഡ് റെക്കോർഡഡ് ഇൻ യുവർ ബുക്ക് എവറി ഡേ. പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ കർത്താവെ ഞാൻ എല്ലാം അവിടുത്തെ വേല തികച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ യോഹന്നാൻ 17:4 നമ്മൾ വായിച്ചത്. അപ്പം ആ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി ഫ്രം ഹിം, ത്രൂ ഹിം ആൻഡ് ടു ഹിം, അവിടുന്ന് കർത്താവിൽ നിന്ന് കർത്താവിലൂടെ കർത്താവിൻ്റെ നാമോദത്തിനായിട്ട്. ഇവിടെ നമ്മളത് വായിക്കുന്നേ റോമർ 11:36 വാക്യം, റോമൻസ് 11:36. അങ്ങനെ ആവണമെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത വാക്യം 12:1 റോമൻസ് 12:1 പറയുന്നത് നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുമ്പോഴാണ്
എല്ലാം ദൈവത്തിൽ നിന്നും ദൈവത്തിലൂടെയും ദൈവത്തെങ്കിലേക്കുമായി തീരുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ. അതൊക്കെ ദൈവം ഒരു യാഥാർത്ഥ്യമാക്കി തീർക്കട്ടെ. പല കാര്യങ്ങളും നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഓർക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ അതെല്ലാം ആ, നമ്മുടെ ജീവിതത്തിൽ അതൊരു കർത്താവ് ഇനിയും അതൊരു അനുഭവമായിട്ട് വെളിപ്പാടായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനുസരണമായിട്ടായി തീരണം. അതിനായിട്ട് ഒരേ ഒരു സീക്രട്ടേ ഉള്ളൂ, നമ്മളെ തന്നെ ഇപ്പോഴും സീറോ ആയിട്ട് എന്താ പൂജ്യമായിട്ട് കർത്താവിന്റെ മുമ്പാകെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ടേയിരിക്കുക. ലോർഡ്, ഐ ആം ഡെഡ് ആൻഡ് ഗോൺ. ഞാൻ മരിച്ചു മൺമറഞ്ഞിരിക്കുന്നു. ഇനി ഞാനല്ല ജീവിക്കേണ്ടേ, ക്രിസ്തുവാണ്. ഞാനങ്ങ് മരിച്ചു, ഞാനങ്ങ് കർത്താവിനോട് കൂടി സ്വർഗത്തിലെ അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിനോട് കൂടി ആയിരിക്കും. ഈ കർത്താവെ, അവിടുത്തെ ജീവൻ ഇവിടെ വെളിപ്പെടട്ടെ. ഈ ശരീരം അവിടുത്തെ ആലയം. അങ്ങനെ അതാ ഹിസ് ആൽഫ ആൻഡ് ഒമേഗ, തുടക്കവും ഒടുക്കവും. നമ്മുടെ ദിവസം അതുപോലെ തന്നെ തുടങ്ങുമോ. നമ്മൾ നോക്കുമ്പോൾ പ്രപഞ്ചം, അതിന്റെ എല്ലാ സൃഷ്ടിക്ക് മുമ്പേ ആരുണ്ട്? ദൈവമുണ്ട്. ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന് ചില ബിരുദന്മാർ ചോദിക്കും. എന്നാൽ ആ ദൈവം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സൃഷ്ടിക്കപ്പെടാത്തവൻ, സ്രഷ്ടാവ് ആണ് ദൈവം. എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ഇമാജിനേഷനിൽ സൃഷ്ടിച്ച ഒരാളെ പലരും നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള ഈശ്വര സങ്കല്പങ്ങളും ഐതിഹ്യങ്ങളും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ എന്നാ നമ്മളുടെ ദൈവം എന്താ? നമ്മളെ ദൈവം എന്ന് ഒരാളെ വിളിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ ഡെഫിനിഷൻ തന്നെ ദ വൺ ഹു ഇസ് നോട്ട് ക്രിയേറ്റഡ് അറ്റ് ഓൾ, ദ വൺ ഹു ഇസ് ദ ക്രിയേറ്റർ ഓഫ് ഓൾ, അതാണ് ദൈവം. അപ്പം പിന്നെ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. എന്ന് വെച്ചാൽ ആ ചോദ്യം തെറ്റാന്ന് വെച്ചാൽ സൃഷ്ടിക്കപ്പെടാത്തവനെയാണ് നമ്മള് ദൈവം എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ഒരു നിരീശ്വരവാദികളുടെ ആ കൊനഷ്ട ചോദ്യത്തിന് ബുദ്ധിമാൻ കൊനഷ്ടത്തെ, അതെ അതെ, എന്താ പറഞ്ഞ ആ ഒരു ഗോഡ് ക്യാച്ചസ് ദ വൈസ് ഇൻ ദ ക്രാഫ്റ്റിനെസ് എന്ന് 1 Corinthians 3:21 നമ്മൾ വായിക്കുന്ന പോലെ ബുദ്ധിമാനെ ഉപായത്തിൽ പിടിക്കുന്നു എന്ന് 1 Corinthians 3:21 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവോ? നമ്മളിപ്പോഴും ഇടയ്ക്കൊക്കെ ഇനി വായിച്ചിട്ടുണ്ട്. 3:19, 21 1 Corinthians 3:19. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമത്രേ, അവ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. ജ്ഞാനികളെ വലിയ ജ്ഞാനാന്ന് പറയും. ഓ, ദൈവത്തെ അവർ സൃഷ്ടിച്ചു. അല്ലയോ സഹോദര, അവർ ആത്മീയ സഹോദരല്ല. ആത്മീയ സഹോദരാണെങ്കിൽ അവരിങ്ങനെ ചോദിക്കത്തില്ലല്ലോ. അല്ല, ഓഫ്കോഴ്സ് ഇങ്ങനെ വിശ്വാസികളായിട്ടുള്ളവർക്കും ചിലപ്പം നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്, അയ്യോ അതെങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ഇപ്പം സൃഷ്ടിക്കപ്പെടാത്ത ഗോഡ് ക്യാച്ചസ് ദ വൈസ് ഇൻ ദിയർ ഓൺ ക്രാഫ്റ്റ്നെസ്. അതായത് ദൈവം ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നു. ഗോഡ് ക്യാച്ചസ് ദ വൈസ് ഇൻ ദ ക്രാഫ്റ്റ്നെസ് എന്നുള്ള ഒരു വാക്യം ശ്രദ്ധിച്ചായിരുന്നു. 1 Corinthians 3:19 എല്ലാവരും എഴുതി വെച്ച് ആ വാക്യം എടുത്തുന്ന എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പം നമ്മൾ പെട്ടെന്ന് റെഫർ ചെയ്യുന്ന വേഴ്സസ് ഒക്കെ എഴുതി വെക്കണം. അതൊക്കെ ഒന്ന് പെട്ടെന്ന് അടിവര ഇടണം. അതിൻ്റെ പെട്ടെന്ന് നമ്മുടെ കൂടെ ഇനി തിരിച്ചു വരണം. അപ്പം നമ്മൾ തിരിച്ചിവിടെ വെളിപാട് 22:13 അപ്പം നമ്മുടെ ജീവിതത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ തന്നെ എല്ലാ സൃഷ്ടിക്കും മുമ്പേ ഉള്ളവനാണ് ദൈവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ത്രിയേക ദൈവമായിട്ട് അവിടുന്ന് സ്ഥിതി ചെയ്തു. അതിനുശേഷം എല്ലാ സൃഷ്ടി ആ ലോകസ്ഥാപനത്തിന് മുന്നമേ കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ള വാക്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും വായിച്ചു. എല്ലാത്തിനും മുമ്പേ നമ്മളെ അറിഞ്ഞ് നമ്മളെ തിരഞ്ഞെടുത്തൊരു കർത്താവ്. ആ ഒരു എല്ലാത്തിനും മുമ്പേ എല്ലാത്തിനും തുടക്കക്കാരൻ. പിന്നെന്താ, എല്ലാം പിന്നെ അവസാന നിത്യതയോളം, അവസാനത്തെ ഈ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉള്ള ആ നിത്യത മൊത്തവും എന്താ അത് അന്തമില്ലാത്ത ആ യുഗങ്ങളും അതെല്ലാം അതിൻ്റെ എല്ലാത്തിൻ്റെയും ആൽഫയും ഒമേഗയായിട്ടുള്ള ഒരു കർത്താവിനെയാ ഞാൻ ആരാധിക്കുന്നത്. വാട്ട് എ മൈറ്റി ഗോഡ് വി സെർവ്. നമ്മളെ എന്താ പറയുന്ന ആ ഒരു എത്ര വലിയൊരു ദൈവം, എത്ര ഒരു ദൈവം. വാട്ട് എ മൈറ്റി ഗോഡ് വി സെർവ്. നമ്മൾ യഥാർത്ഥത്തിൽ ആ ഒരു യുനോ വി ഫിൽ വിത്ത് ദറ്റ് ഓ ഓഫ് ഹിസ് പ്രസൻസ്. ഓ എന്നുള്ളൊരു വാക്കുണ്ട്, AWE ഓഫ് സ്ട്രക്ക്. ഒരു അത്ഭുത പരതന്ത്രരായിട്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നു, നമ്മൾ പിൻപറ്റുന്നു, നമ്മൾ പ്രഘോഷിക്കുന്നു. ആൽഫ ആൻഡ് ഒമേഗ, നമ്മൾ വിശ്വാസ നായകനും. നമ്മൾ കഴിഞ്ഞ ആഴ്ച വാക്യങ്ങളൊക്കെ കണ്ടു. എബ്രായ ലേഖനം 12:1 വാക്യത്തിലല്ലേ നമ്മൾ പറയുന്നത്? ഒന്നാമത്തെ വാക്യത്തിൽ, രണ്ടാമത്തെ വാക്യത്തിൽ ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ് ദ ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് യുവർ ഫെയ്ത്ത്. രണ്ടാമത്തെ വാക്യം എന്താ, വിശ്വാസ നായകൻ എന്നുള്ള അർഹിഗാസ് എന്നുള്ള വാക്യൊക്കെ നമ്മൾ കണ്ടു. ആ തുടക്കക്കാരൻ. ആർക്കി എന്ന് പറഞ്ഞാൽ തുടക്കം, ബിഗിനിങ്. ആർക്കി ടൈപ്പ്, ആർക്കിയോളജിക്കൽ എന്നുള്ള വാക്കൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആർക്കിഗാസ്, എല്ലാത്തിനും മുന്നമേ ഉള്ള പൈനിയർ ആയിട്ടുള്ള, എല്ലാത്തിൻ്റെയും നായകനായിട്ടുള്ള കർത്താവ്, ക്യാപ്റ്റൻ ആയിട്ടുള്ള കർത്താവ്. ക്യാപ്റ്റനും പൈനിയറിനും പ്രിൻസ് എന്നും
ഓദർ എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ള ആ വാക്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. ആർഹിഗാസ്, പിന്നെ അത് ഫിനിഷർ, അത് അതിന്റെ അവസാനം വരെ എത്തിക്കുന്നവൻ, അത് ടിലിയോടെസ് എന്നുള്ള ഒരു വാക്കൊക്കെ നമ്മൾ കണ്ടു. അപ്പം ആ ഒരു ഓഥർ ആൻഡ് ഫിനിഷർ ഓഫ് ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തിന്റെ ആ ഒരു പുസ്തകം കർത്താവ് തന്നെ നമ്മളുടെ എഴുതിക്കൊണ്ടിരിക്കുവാണ്. നമ്മളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ തികയ്ക്കാൻ മതിയാവനാണ്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ വിശ്വാസമുണ്ട്, കോൺഫിഡൻസ് ഉണ്ടെന്നൊക്കെ ഫിലിപ്പിയിലെ വിശ്വാസികളെ കുറിച്ച് പൗലോസിനൊരു നല്ല അഭിപ്രായം നമ്മൾ പറയുന്നുണ്ട്. എല്ലാ വിശ്വാസവും അതുപോലെ തികയ്ക്കുമോ? 30%, 60% തികച്ച് പോകുന്നവരുമുണ്ട്. എന്നാൽ നുറുമേനി ഫലം കായ്ക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ടും സീറോവായിട്ട് നമ്മൾ താഴ്ത്തുവാണെങ്കിൽ കർത്താവിന് സാധിക്കും. നമ്മൾ ഒരു എന്താ 40% ഒക്കെ താഴ്ത്തുന്നു, 60% നമ്മൾ തന്നെയാണ്. അല്ലേ, സോറി, ഇപ്പം 30% ആൾക്കാർ പറയുവാണെങ്കിൽ ഇതിനകത്ത് അവര് അവരുടെ താഴ്മ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ 70% അവർ തന്നെ, 30% ഒരു താഴ്മയൊക്കെ വന്നു. എന്നാൽ 70% ഓഫ് അവര് തന്നെ ജീവിച്ചത്. പിന്നെ 60% ആൾക്കാർ പറയുകയാണെങ്കിൽ അവര് 60% ഒക്കെ ഹമ്പിൾ ചെയ്തു, പക്ഷെ ബാക്കി 40% ഒക്കെ അവർക്കായിട്ട് തന്നെ. ചിലപ്പോൾ ഒക്കെ അവർ 0 ആയിട്ട് താഴ്ത്തും, പക്ഷേ 60% ഓഫ് ദ ലൈഫ് അതും എല്ലാം അങ്ങ് യുനോ അത് മാത്രമേ കർത്താവിന് കൈയടക്കാൻ അവർ അനുവദിച്ചുള്ളൂ. ബാക്കി 40% അങ്ങ് അവരുടെ സ്വയജീവിതം കൈയാളി. അതുകൊണ്ട് അവരുടെ ദേഹിയുടെ ഒരു 40% അല്ല 60% രക്ഷയും 30% രക്ഷയൊക്കെ റെസ്പെക്റ്റീവ്ലി യഥാക്രമം അവർക്ക് നടന്നുള്ളൂ. യഥാക്രമം റെസ്പെക്റ്റീവ്ലി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. ചില 30% ഉള്ളവരും 60% ഉള്ളവരും. എന്നാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളാരും നമ്മളെല്ലാവരും വീഴ്ചയുള്ളവരാ. എങ്കിലും നമ്മൾ ആ ഒരു വീഴ്ചയിലും ആ ഒരു നിലവിളിയോടെ കർത്താവേ എന്നെ സഹായിക്കണേ എന്നുള്ളൊരു, നമ്മളുടെ പാപങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് അതൊക്കെ എല്ലാവരും അങ്ങ് സ്വർഗത്തിൽ ചെല്ലുമല്ലോ എന്നുള്ളൊരു ലാഘവത്തോടെ നമ്മളങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അവിടെ കാണപ്പെടുമെന്ന് തന്നെ, ചിലപ്പോൾ വിശ്വാസം നിന്ന് വല്ല മഹോപദ്രവമൊക്കെ വരുമ്പോൾ വീണു പോകുമെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മൾ കർത്താവേ എന്നെ കാത്തുകൊള്ളണേ, എനിക്ക് ശക്തിയില്ല, ബലമില്ല എന്ന് പറയുമ്പോൾ, എന്ന് നമ്മൾ കൺഫസ് ചെയ്യുമ്പം നമ്മുടെ ബലഹീനതയിൽ അവിടുത്തെ ബലം തികഞ്ഞു വരും. അപ്പൊ ഹിസ് ആൽഫ ആൻഡ് ഒമേഗ, ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്, ബിഗിനിങ് ആൻഡ് ദ എൻഡ്, അതൊക്കെ എവിടെയൊക്കെ വാക്യങ്ങളിലുണ്ടെന്ന് നമ്മൾ കണ്ടു. വെളിപാട് 1:8, 17, 21:6 ഒക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇവിടെ 22:13, അങ്ങനെ 4 തവണ അവർ എംഫസൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു. പിന്നെ 14-ാമത്തെ വാക്യം നമ്മൾ എന്താ വായിക്കുന്നത്? ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടെ നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഒരു ബ്ലെസ്സഡ് എന്നുള്ളൊരു വാക്ക, ഭാഗ്യവാന്മാർ. ഈ ഭാഗ്യക്കുറി കിട്ടിയ ഭാഗ്യാവസ്ഥ ആ ഒരു ഭാഗ്യമല്ല, മറിച്ച് ബ്ലെസ്സഡ്, അനുഗ്രഹിക്കപ്പെട്ടവർ, അനുഗ്രഹീതർ. ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ ആ ഒരു അർത്ഥം, അനുഗ്രഹീതർ എന്നുള്ളൊരു അർത്ഥം. മക്കാരിയോസ് എന്നുള്ളൊരു ഗ്രീക്ക് പദമാണ് അവിടെയും പിന്നെ ഗിരിപ്രഭാഷണത്തിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന മക്കാരിയോസ് എന്ന് പറഞ്ഞാൽ എൻവിയബിളി ഹാപ്പി, വളരെ അസൂയാവഹമാം സന്തോഷമുള്ളവർ, അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവർ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ് അവര്. ദോസ് വാഷ് ദിയർ റോബ്സ് എന്നാണ് നമ്മളിപ്പം വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് മലയാളം പരിഭാഷയിലും സത്യവേദ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. NASB നമ്മൾ നോക്കിയാൽ ഹു വാഷ് ദിയർ റോബ്സ് എന്ന്, വസ്ത്രം അലക്കുന്നവർ. ഇത് നമ്മൾ KJVയും NKJV ഒക്കെ വളരെ നല്ല ട്രാൻസ്ലേഷനായിട്ട് ഞാൻ എപ്പോഴും എടുത്ത് പറയാറുണ്ട്. പക്ഷേ KJVയിലും NKJVയിലും അത് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളത് നമ്മുടെ ഫൈനൽ ട്രയംഫിൽ അന്തിമവിജയം പുസ്തകത്തിൽ സാഗ്ലർ അത് എടുത്ത് പറയുന്നുണ്ട്. KJVയിൽ അതിൽ വാഷ് ദ റോബ്സിന് പകരം കീപ് ഹിസ് കമാൻഡ്മെന്റ്സ്, കൽപ്പനകൾ പാലിക്കുന്നവർ. അപ്പൊ അത് എന്താ അങ്ങനെ ഒരു ഡിഫറൻസ് വന്നതെന്ന് ചോദിച്ചാൽ, ഈ KJV, NKJV ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഏൻഷ്യൻ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. പിന്നെ NASB ഇപ്പം നമ്മുടെ മലയാള സത്യവേദ പുസ്തകമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ്സ് തന്നെ ആദ്യമുള്ള ഒറിജിനൽ ഗ്രീക്ക് മാനുസ്ക്രിപ്റ്റ്സിൽ നിന്ന് പിന്നെ പകർത്തി എഴുതിയ ബൈസാൻറ്റീൻ മാനുസ്ക്രിപ്റ്റ് ട്രഡീഷനിൽ നിന്നാണ് KJV ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം വാഷ് ദിയർ റോബ്സ് എന്നുള്ളതും ഡു ഹിസ് കമാൻഡ്മെന്റ്സ് എന്നുള്ളതും ഒക്കെ രണ്ടും അതിൻ്റെ ആ ഗ്രീക്കിന്റെ ആൽഫബറ്റ്സ് നമ്മൾ നോക്കി കുറച്ച് സിമിലർ ആയിട്ട് തോന്നുന്നു, റിമാർക്കബിളി സിമിലർ ആയതുകൊണ്ട് ഒരുപക്ഷെ പകർത്തി എഴുതിയപ്പം ഹാൻഡ് കോപ്പിങ്ങിൽ ചെറുതായിട്ടൊരു
ആ ഒരു എറർ വന്നതായിരിക്കാം. ബൈസാൻഡിയൻ മാനുസ്ക്രിപ്റ്റ് ആണ് പിന്നീട് വന്നത്. എന്നാൽ കൂടുതൽ ഓൾഡർ ആൻഡ് ഹൈലി റിഗാർഡഡ് ആയിട്ടുള്ള മാനുസ്ക്രിപ്റ്റ്സ് ആണ് കോഡെക്സ് സൈനൈറ്റിക്കസും കോഡെക്സ് അലക്സാൻഡ്രിനസും. കടിച്ചപ്പെടാത്ത കുറച്ച് പേരുകളൊക്കെ കിട്ടിയില്ലേ. ജസ്റ്റ് നിങ്ങൾ തന്നെ റെവലേഷൻ 22:14 ഡിഫറൻസസ് ഇൻ KJV ആൻഡ് NASB എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ വിവരം കിട്ടും. അതെ. അപ്പൊ അത്രയേ ഉള്ളൂ. അതായത് അപ്പം കൂടുതൽ ആധികാരികമായിട്ടുള്ളതായിട്ട് ബൈബിൾ പണ്ഡിതന്മാർ കരുതുന്നത് ഈ പറയുന്ന നമ്മളിപ്പോൾ രണ്ടാമത് വായിച്ച കോഡെക്സ് സൈനൈറ്റിക്കസും കോഡെക്സ് അലക്സാൻഡ്രിനസും കുറച്ച് നന്നായിട്ട് താക്ക് പിടിച്ചതൊക്കെ പറയാനൊക്കെ അലക്സാൻഡ്രിനസ് ഒക്കെ അതിൽ നിന്ന് എടുത്ത് അതാണ് കൂടുതൽ ഓൾഡർ, കൂടുതൽ ഏൻഷ്യൻ്റ്, കൂടുതൽ പുരാതനവും. പുരാതനം എന്ന് പറഞ്ഞാൽ ഓൾഡർ, മുമ്പേ ഉള്ളത്. നമ്മൾ കുറച്ച് മലയാളം, കുറച്ച് നല്ല മലയാളം പറയുമ്പോൾ പിള്ളേർക്ക് കുറച്ചുകൂടെ പറഞ്ഞു കൊടുക്കണം. ഓൾഡർ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പുരാതനം എന്ന് പറയുമ്പോൾ അതെന്ത് എന്ന് ചോദിക്കുക. അപ്പം ഓൾഡർ ആയിട്ടുള്ള പുരാതനവും വളരെ കൂടുതൽ ബൈബിൾ പണ്ഡിതന്മാരും ഒക്കെ കൂടുതൽ ഓതന്റിക് ആയിട്ട്, കൂടുതൽ സാധുതയുള്ളതായിട്ട്, കൂടുതൽ സത്യമായിട്ടുള്ള കരുതുന്ന മാനുസ്ക്രിപ്റ്റ്സ് ആണ് ഈ കോഡെക്സ് സൈനൈറ്റിക്കസും അലക്സാൻഡ്രിനസും ഒക്കെ. അതിൽ നിന്നാണ് NASBയും ഇപ്പൊ നമ്മുടെ സത്യവേദ പുസ്തകത്തിലൊക്കെ. അപ്പൊ അതാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള പരിഭാഷ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. KJV ഏറ്റവും നല്ല പരിഭാഷകളിൽ ഒന്ന് തന്നെ വെച്ചാൽ പല NASBയിൽ തന്നെ ചില, ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തന്നെ ലൂക്കോസ് 1:34 മറിയം പുരുഷനെ അറിയായികയാൽ എന്ന് മലയാളത്തിൽ കറക്റ്റായിട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. NASBയിൽ സിൻസ് ഐ എം എ വേർജിൻ കന്യകയായിരിക്കുകയാൽ എന്നുള്ള രീതിയിൽ. എന്നാൽ എന്താ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്നോസ്കോ എന്നുള്ള വാക്ക് ആണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു വാക്കിന്റെ ഒരു അർത്ഥതലം നന്നായിട്ട് കിട്ടാൻ ലിറ്ററൽ പരിഭാഷ ആണ് എപ്പോഴും നല്ലത്. NASB ഏറ്റവും ലിറ്ററൽ ആയിട്ടുള്ള പരിഭാഷയാണ് കരുതപ്പെടുന്നുണ്ടെങ്കിൽ ചെറിയ ന്യൂനതകൾ, മനുഷ്യരാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. ദൈവത്തിന്റെ ഒറിജിനലായിട്ട് ഗ്രീക്കിലും എബ്രായ ഭാഷയിലും ഒക്കെ എഴുതിയ ആ ദൈവം ഇൻസ്പയർ ചെയ്ത്, പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർ ചെയ്ത് അവർ എഴുതിയതിലൊന്നും ഒരു ന്യൂനതയില്ല. എന്നാൽ പിന്നെ അതിന്റെ മനുഷ്യർ ഇത് പകർത്തി എഴുതിയപ്പം പറ്റിയ ചില ന്യൂനതകളുടെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അത് ബൈബിളിന്റെ ന്യൂനതയല്ല, മറിച്ച് ബൈബിൾ പകർത്തി എഴുതിയ ഒരു മനുഷ്യൻ അത് പകർത്തി എഴുതിയപ്പോൾ ഉണ്ടായിട്ടുള്ള ന്യൂനത. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ NASBയിൽ പറയുന്ന ആ വാഷ് ദി റോബ്സ്, വസ്ത്രം അലക്കുന്ന എന്നുള്ളതാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള പരിഭാഷയെന്ന് നമുക്ക് പറയാം. പിന്നീട് ഇത് പകർത്തി എഴുതിയപ്പം ബൈസാൻഡിയൻ മാനുസ്ക്രിപ്റ്റ് ട്രഡീഷൻ ഇത് പിന്നീട് പകർത്തി എഴുതിയപ്പം ആ ഒരു ഈ ഗ്രീക്കിലെ ആ ലെറ്റേഴ്സിന്റെ സിമിലാരിറ്റി കാരണം അവർ എഴുതിയപ്പം പറ്റിയൊരു ചെറിയൊരു പെശകായിരിക്കും. പക്ഷേ അതിന്റെ വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും ഒരേ അർത്ഥത്തിലോട്ട് വിരളി കൊണ്ടുന്ന കാര്യം. അത് നമ്മുടെ അന്തിമവചന പുസ്തകത്തിൽ വായിച്ചു. നമ്മളിപ്പം ബൈസാൻഡിൻ മാനുസ്ക്രിപ്റ്റ്, പിന്നെന്തോ കോഡെക്സ് അലക്സാൻഡ്രിനസ്, സൈനൈറ്റിക്കസ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ കടിച്ചപ്പെടാത്ത വാക്കുകളൊന്നും പറഞ്ഞില്ലേലും ഇത് എന്താ തങ്ങളുടെ വസ്ത്രം കഴുകുന്നവരാണ് കർത്താവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിട്ടുള്ളത്. നമ്മുടെ വസ്ത്രം കഴുകുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് കർത്താവ് ഒരു നീതിയങ്കി തന്നിട്ടുണ്ട്. നമ്മൾ നീതീകരിക്കപ്പെട്ടപ്പോൾ, നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് നമ്മളെ നീതീകരിച്ചു എന്നാണ് നമ്മൾ റോമർ 3, 4, 5 അധ്യായങ്ങളിൽ വായിക്കുന്നത്. കർത്താവിന്റെ നീതി നമുക്കായിട്ട് കണക്കിട്ടു. ആ നീതിയെ ഒരു അങ്കിയായിട്ട്, നീതി അങ്കിയായിട്ടൊക്കെ നമ്മുടെ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നീതി അങ്കി, റോബ് ഓഫ് റൈച്ചസ്നസ് എന്നൊക്കെയുള്ള ഒരു വാക്ക് കാണുന്നുണ്ട്. അപ്പൊ നീതി അങ്കിയായിട്ട് കർത്താവ് നമ്മളെ അണിയിച്ചു. എന്നാൽ അതിന് മീതെ എന്താ, നമ്മൾ ഒരു വിവാഹ വസ്ത്രവും തുന്നാൻ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തികളിലൂടെ, കർത്താവിലൂടെ കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, നമ്മളതൊരു പാട്ട് പാടുന്ന കാര്യമാവട്ടെ, പ്രാർത്ഥിക്കുന്ന കാര്യമാവട്ടെ, വചനം ഷെയർ ചെയ്യുന്ന കാര്യമാവട്ടെ, നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് കർത്താവിനോട് ചേർന്ന് ചെയ്യുന്നതെല്ലാം എന്താ, മണവാട്ടിയുടെ വിവാഹ വസ്ത്രത്തിന് തുന്നലായിട്ട് മാറുന്നു എന്ന് നമ്മൾ എവിടെ വായിച്ചേ? വെളിപാട് 19:7-8 വാക്യങ്ങളിൽ നമ്മളത് വായിച്ച് നമുക്കറിയാം അല്ലേ? എവിടാ? 8-ാമത്തെ വാക്യം, വെളിപാട് 19:8 ബ്രൈറ്റ് ആൻഡ് ക്ലീൻ, ഫൈൻ ലിനൻ ബ്രൈറ്റ് ആൻഡ് ക്ലീൻ, ഫോർ ദ ഫൈൻ ലിനൻ ഇസ് ദ റൈച്ചസ് ആക്ട്സ് ഓഫ് ദ സെയിൻസ്. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. നീതിവേലകൾ എന്നൊക്കെ പറയുന്ന നമ്മളെ നീതിവേലകൾ, കല്യാണ വസ്ത്രമാണവൾ തൻ നീതിവേലകൾ. കഴിഞ്ഞതിൻ്റെ ഞായറാഴ്ച നമ്മൾ ആ പാട്ട് പാടി. കല്യാണ വസ്ത്രം അവളുടെ നീതിവേലകളാണ് കല്യാണ വസ്ത്രം. വെളിപാട് 19:8 നമ്മുടെ
ഈനോ ഒരു കർത്തൻ കർത്തൻ വരവിൻ തേജസ്സൻ കൺകൾ കണ്ടിടുന്നു. ആ പാട്ടിൽ നമ്മൾ പാടുന്നേ എല്ലാവർക്കും ഓർമ്മ വരാൻ വേണ്ടി ഒന്നുകൂടെ പാടും. ആരെങ്കിലും ഉണർന്നിരിക്കുന്ന, അല്ല ആരെങ്കിലും ഉറങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ സാധാരണ പാട്ട് പാടി ഉറക്കുവാണല്ലോ അത്. ഒരു ഡിഫറെന്റ് ടോൺ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ദിവാസ്വപ്നത്തിൽ നിന്നൊന്ന് ഉണരാൻ വേണ്ടി ഇടയ്ക്ക് പാട്ടൊക്കെ പാടുവാണ്. അപ്പൊ ആ കല്യാണ വസ്ത്രം എന്താ നീതിവേലകൾ. അപ്പൊ ആ നീതിയങ്കിയുടെ മേലെ നമുക്കൊരു കല്യാണ വസ്ത്രവും കൂടെ തുന്നാനായിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കും. നമ്മൾ ഓരോ ദിവസവും കർത്താവ് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, കർത്താവിനെ ആശ്രയിച്ച് കർത്താവിന് നാമൂർത്തനായിട്ട് നമ്മളങ്ങ് മറിഞ്ഞ് ഇല്ലാതായി ചെയ്യുമ്പോൾ അത് കല്യാണ വസ്ത്രം തുന്നുക. അപ്പൊ ആ കല്യാണ വസ്ത്രം, ആ കല്യാണ വസ്ത്രവും നീതി വസ്ത്രവും എല്ലാം നമ്മളെന്താ, നമ്മളെ നമ്മുടെ സ്ട്രെയിൻ ആവാതെ ലോകത്തിന്റെ കറയേൽക്കാതെ സൂക്ഷിക്കണം എന്നുള്ള കാര്യമൊക്കെ 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ടു. ലോകത്തിന്റെ അൺസ്റ്റെയിൻ ബൈ ദ വേൾഡ് എന്നുള്ള തങ്ങളുടെ തങ്ങളെ തന്നെ ഈ യാക്കോബ് 1:27 എല്ലാവരും ഓർക്കുന്നുണ്ടോ? സജിബേറ തുടക്കത്തിൽ പറഞ്ഞ ആ വാക്യം പിന്നെ നമ്മൾ കൂടുതൽ ചിന്തിക്കുകയൊക്കെ ചെയ്തത് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. യാക്കോബ് 1:27 എന്താ നമ്മൾ വായിക്കുന്നേ? ജെയിംസ് 1:27, പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ. യഥാർത്ഥത്തിലുള്ള ദൈവഭക്തി എന്താണെന്ന് ചോദിച്ചാൽ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടങ്ങളിൽ ചെന്ന് കാണുന്നത് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള നമ്മുടെ ലൈഫിലുള്ള ഗുഡ് വർക്ക്സ്. അനാഥയും വിധവമാരും എന്നുള്ളത് മാത്രമല്ല, പൊതുവായിട്ട് അതിന്റെ ആ ഒരു ദ സ്പിരിറ്റ് ഓഫ് ദ വേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില സൽപ്രവൃത്തികൾ. അത് അനാഥരാവട്ടെ വിധവമാരാവട്ടെ, അതുപോലെ ആവശ്യത്തിലിരിക്കുന്നവർക്ക് നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഉത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നതും. പിന്നെന്താ, എന്നാൽ അത് പുറമേ ഉള്ള അത് മാത്രമല്ല, ഉള്ളിലുള്ള ലോകത്താലുള്ള കളങ്കം പറ്റാതെ, ലോകത്താലുള്ള കീപ് വൺ സെൽഫ് അൺസ്റ്റെയിൻ ബൈ ദ വേൾഡ്, ലോകത്താലുള്ള കറ പറ്റാതെ കളങ്കം പറ്റാതെ വേണം തന്നെ കാത്തുകൊള്ളുന്നത്. അപ്പൊ നമുക്ക് ദൈവം തന്നിട്ടുള്ള ആ നീതി വസ്ത്രവും കല്യാണ വസ്ത്രവും ഒക്കെ കറ പറ്റാതെ ആയിരിക്കാനായിട്ട്. എന്നാൽ കറ അഥവാ എന്തെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു കറ നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ വന്ന ഒരു കറയായിരിക്കും ഒരു പക്ഷേ അൺകോൺഷ്യസ് എന്ന് വെച്ചാൽ നമ്മൾ ബോധപൂർവമായിട്ട് ചെന്ന് ചാടിയതായിരിക്കത്തില്ല. എന്നാൽ നമ്മുടെ ലോകത്തിലൂടെ നടന്നു പോകും പറ്റിയ ചില കറകൾ കർത്താവ് നമുക്ക് കാണിച്ചു തരും. നിന്റെ ആ ഒരു മനോഭാവം, നീ അവരെ കുറിച്ച് ചിന്തിച്ച ആ ചിന്തകൾ അത്ര അങ്ങ് സ്നേഹത്തിന്റെ ചിന്തകളായിരുന്നില്ല. നീ കുറച്ച് നീളത്തിന്റെ ചിന്തയായിരുന്നു. നീ അവരെ അങ്ങ് വിധിക്കുമായിരുന്നു. നിനക്ക് അവരോടൊരു സ്നേഹത്തിന് കുറവുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ അൺകോൺഷ്യസ്ലി, ബോധപൂർവം അല്ലാത്ത ചില കറകളുണ്ട്. അതൊക്കെ കർത്താവ് കാണിച്ചു തരും. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ ശ്രദ്ധയില്ലായ്മ കാരണം എനിക്ക് എങ്ങനെ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് ചെന്ന് നടന്ന് ചെളിക്കുഴി ചെന്ന് വീഴുന്ന, നമ്മൾ തന്നെ പാപത്തിൽ ചെന്ന് വീഴുന്ന കറകളൊക്കെ ഉണ്ട്. ഏത് കറയും കളങ്കും ഒക്കെ ആണെങ്കിലും ഏത് ഡിറ്റർജന്റ് ഉപയോഗിക്കണം? സർഫ് എക്സൽ വേണോ, ഏരിയൽ വേണോ? അതൊന്നും പറ്റത്തില്ല. യേശു കർത്താവിൻ്റെ രക്തം, യേശു കർത്താവിൻ്റെ രക്തത്തിന് മാത്രമേ ഈ കറയും കളങ്കും ഒക്കെ നമ്മളെ കറയും കളങ്കത്തിൽ നിന്നൊക്കെ നമ്മളെ ശുദ്ധീകരിക്കാനൊക്കെയുള്ളൂ. കർത്താവിൻ്റെ രക്തത്താൽ നമ്മളുടെ പാപത്തിന്റെ കറ പോക്കുന്നു. നമ്മൾ വെളിപാട് 7-ാം അധ്യായത്തിലും അവിടെ നമ്മൾ അവിടെ എണ്ണിത്തീരാത്ത ഒരു വിശ്വാസ സമൂഹത്തെക്കുറിച്ച് നമ്മൾ അവിടെ കാണുന്നുണ്ട്. വെളിപാട് 7-ാം അധ്യായം, റെവലേഷൻ ചാപ്റ്റർ 7, അവിടെ ഒരു ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ് വിച്ച് നോ വൺ കുഡ് കൗണ്ട്, ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം എന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ അവിടെ അവരെ കുറിച്ച് ദേ ആർ ക്ലോത്ത്ഡ് ഇൻ വൈറ്റ് റോബ്സ് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് വെള്ള നിലയെങ്കി, നിലയെങ്കി എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ റോബ്, താഴെ വരെ കിടക്കുന്ന റോബ്, വെള്ള നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആര് എന്ന് ചോദിച്ചപ്പോ 14-ാമത്തെ വാക്യത്തിൽ യജമാനെ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. നമ്മളെ തങ്ങൾ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്ന സാധു കൊച്ചു ഉദ്ദേശിച്ച പാട്ടിലൊക്കെ നമ്മൾ പാടുന്ന വരികളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ വരികൾ, ഓരോ വചനത്തിലെ ഓരോ വരികളൊക്കെ ഓരോരോ പാട്ടുകളിലൊക്കെ പല പാട്ടുകളിലൊക്കെ ഉണ്ട്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളോ വീഴ്ചകളോ ഒക്കെ സംഭവിക്കുമ്പോൾ കർത്താവ് ചില കാര്യങ്ങൾ, ചില കുറവുകളൊക്കെ ചിലപ്പം വേറെ ചില സഹോദരങ്ങളിലൂടെ ആയിരിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില കുറവുകൾ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ദൈവം തന്നെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മുടെ മനസ്സാക്ഷിയിൽ കാണിച്ചു തരുന്നതായിരിക്കാം. അപ്പൊ അവിടെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് അത് അങ്ങനൊന്നും അല്ല, ഇത് ഇങ്ങനെ, അത് അങ്ങനെ ആയിരുന്നുകൊണ്ട് ഇങ്ങനെ ആയി പോയതാ, നമ്മളത് ഇവിടെ ന്യായീകരിച്ച് വശാകാതെ കർത്താവേ, അവിടെ എനിക്ക് തിരുത്തേണ്ടതായിട്ടുള്ള, എനിക്കൊരു മാനസാന്തരപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, ഞാൻ എടുത്ത് നിങ്ങൾ താഴ്ത്തട്ടെ എന്ന് പറഞ്ഞ്
ഇനോ അങ്കി അങ്ങ് കഴുകി വെളുപ്പിക്കണം. നമ്മളെ ഈ വാഷിംഗ് മെഷീനിലിട്ടും അലക്കിയൊക്കെ കൈകൊണ്ട് അലക്കിയൊക്കെ നമ്മൾ നന്നായിട്ട് ബ്രഷൊക്കെ ചെയ്ത് നന്നായിട്ട് തേച്ച് കറയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി കളയുന്നത് പോലെ കർത്താവേ എൻ്റെ ജീവിതത്തിലൊരു കറയും കളങ്കവും ഇല്ലാതെ. അപ്പം ആ രക്തത്താലുള്ള ഒരു കഴുകലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ വചനത്താലുള്ള ഒരു കഴുകലിനെ കുറിച്ച് നമ്മൾ ഇവിടെ വായിക്കുന്നത് എഫേസ്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എഫേസ്യർ 5-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, എഫേസ്യർ 5-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നേ? അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, അവിടെ വാട്ടർ ബാപ്റ്റിസത്തെ കുറിച്ചല്ല ആക്ച്വലി പറയുന്നത്, കഴുകലിനെ കുറിച്ച്, ബാപ്റ്റിസം ഇമേഷനെ കുറിച്ചല്ല, മറിച്ച് ലുത്രാൻ എന്ന് പറയുന്ന ബെയ്തിങ്, വാഷിങ്, കഴുകുന്നതിനെ കുറിച്ച്. വാഷിങ് ഓഫ് വാട്ടർ വിത്ത് ദ വേർഡ്, വചനമാകുന്ന വെള്ളം വെച്ച് കർത്താവ് നമ്മളെ കഴുകുക ചെയ്യുന്നേ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ കൊണ്ട് നിങ്ങൾ ശുദ്ധരായി തീർന്നിരിക്കുന്നു എന്ന് എവിടെ വായിക്കുന്നേ? യോഹന്നാൻ 15:3 നമ്മളത് വായിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ അതിന് മുമ്പായിട്ട് ഇവിടെ ആ 26-ാമത്തെ വാക്യം, അവൻ അവളെ, അവിടെ ഭർത്താക്കന്മാരോട് കൽപ്പന പറയുമ്പം ഇവിടെ ഇരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ഭർത്താക്കന്മാരെല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ പാസഞ്ചേഴ്സ് യുവർ അറ്റൻഷൻ പ്ലീസ് എന്ന് പറയുന്നത് പോലെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക്. ഇപ്പം ഭർത്താക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് എന്താ പറയുന്നത്? 25-ാമത്തെ വാക്യത്തിൽ ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അപ്പം ക്രിസ്തു എങ്ങനെ സ്നേഹിച്ചെന്നുള്ള കാര്യം അവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഭാര്യമാരെ യുവർ അറ്റൻഷൻ പ്ലീസ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഭാര്യമാർക്ക് അറ്റൻഷൻ കൊടുത്തിട്ട്, ലേഡീസ് ഫസ്റ്റ് ആണല്ലോ, ഭാര്യമാരോടുള്ള ഡോസ് കൊടുത്തിട്ട കർത്താവിന് എന്ന പോലെ. 22-ാമത്തെ വാക്യം, കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുക. ഇടയ്ക്കിടയ്ക്ക് ഈ വാക്യങ്ങളൊക്കെ ഒന്ന് കേൾക്കണം അല്ലേ? ഇത് പ്രസംഗിക്കാതെ ആര് കേൾക്കും, അയക്കാതെ ആര് പ്രസംഗിക്കും എന്നൊക്കെ റോമർ 10 വായിക്കുന്നതിൽ ഇടയ്ക്കൊക്കെ ഈ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും റോൾസിൻ്റെ ഇതൊക്കെ നമ്മളൊന്ന് കേൾക്കുന്നത് നല്ലത്. അല്ലെങ്കിൽ നമ്മളങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നു. അപ്പം ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. 24-ാമത്തെ വാക്യത്തിൽ സകലത്തിലും കീഴടങ്ങിയിരിക്കണം ഭർത്താക്കന്മാർക്ക്. അത് കഴിഞ്ഞിട്ട് ഭർത്താക്കന്മാരെ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണ്ടേ? നിങ്ങൾക്ക് തോന്നുന്ന പോലെ അങ്ങ് സ്നേഹിച്ചോ എന്നല്ല പറയുന്നത്. ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവാൻ. യേശു കർത്താവ് എങ്ങനെ നമ്മളെ സ്നേഹിച്ചത്? ജീവനെ നൽകി, പ്രാണനെ നൽകി സ്നേഹിച്ച്, സ്വന്തം ഇഷ്ടത്തെ പ്രാണനെ നൽകി പരിശുദ്ധാത്മാവിന്റെ നിറവില് തന്നെ നമുക്ക് ഏൽപ്പിച്ചു തന്ന് സ്നേഹിച്ചു. അതുപോലൊരു സാക്രിഫിഷ്യൽ ലവ്, മറ്റേ ആ ഒരു ഭാര്യമാരുടെ ആ ഒരു സബ്മിസീവ് ലവ്, ആ ഒരു തങ്ങളെ തന്നെ അതുപോലെ, അതായത് സഭ ക്രിസ്തുവിന്, നാം ക്രിസ്തുവിന് എങ്ങനെ കീഴടങ്ങുന്നു അതുപോലെ ഭാര്യമാർ ആ ഒരു സബ്മിസീവ് ആറ്റിറ്റ്യൂഡ്. ഭർത്താവിൻ്റെ തലയാണ്, എൻ്റെ തലയായിട്ട് ദൈവം ഒരാൾ തന്നിട്ടുണ്ട്. അപ്പം ഞാനായിട്ട് അതായത് നമ്മളെ വിക്ടർ ബേർ പറയുന്ന പോലെ നിങ്ങൾക്ക് സഹോദരിമാരെ നിങ്ങൾക്ക് എന്താ സ്കൂട്ടർ ഓട്ടലാന്ന് പറഞ്ഞാൽ ഓടിക്കാം എന്നാണ് ബ്രദർ തമിഴ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് സ്കൂട്ടർ ഓട്ടലാം, കാർ ഓട്ടലാം, ട്രെയിൻ വേണേൽ കൂടെ ഓട്ടിക്കോங்க, ട്രെയിനും കൂടെ ഓടിച്ചു, അല്ലെങ്കിൽ ഫ്ലൈറ്റും കൂടെ நீங்க ஓடிச்சு എന്നാ நீங்க കുടുംബം മട്ടും വീട് മട്ടും ഓട്ടാതീங்க. നിങ്ങൾക്ക് ഇനിയിപ്പോൾ വീടോ കാറോ ഫ്ലൈറ്റോ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലുമൊക്കെ ഓടിച്ചു, വീട് മാത്രം ഓടിക്കരുത്. വീട് അത് ഭർത്താവ് തലയായിരിക്കുന്നു. അപ്പോൾ ആ ഒരു സബ്മിസീവ് ആറ്റിറ്റ്യൂഡ് ശരിയാണ്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളപ്പോൾ നമുക്ക് പറയാം, പരസ്പരം സ്നേഹത്തോടെ തിരുത്തവും എല്ലാം ചെയ്യാം. പക്ഷേ എങ്കിൽ ആ ഒരു സബ്മിസീവ് ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഹീസ് മൈ ഹെഡ് എന്ന് ഭർത്താക്കന്മാരോട് എന്താ ആ ഒരു അതുപോലെ ക്രിസ്തു നമ്മളെ എത്രമാത്രം പാടുപെട്ട സ്നേഹിക്കുന്നില്ലേ? പാടുപെട്ട സ്നേഹിക്കുന്ന പറഞ്ഞാൽ എത്ര ഹോപ്പ്ലെസ് ആയിട്ടുള്ള നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു, എത്ര ആശയറ്റ നമ്മളെ കർത്താവ് സ്നേഹിക്കുന്നു. അപ്പം അതുപോലെ കുറവുകളുണ്ട് ഭാര്യയ്ക്ക്, ഭർത്താവിനും കുറവുകളുണ്ട് എന്ന് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രോസസ്സൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, സ്നേഹത്തിൻ്റെ പ്രോസസ്സ്. അവൻ അവിടെ വചനത്തോടു കൂടി ജലസ്നേഹം, അതാണ് നമ്മളിപ്പം ഈ എന്താ അങ്കി അലക്കി വെളുപ്പിച്ച കാര്യം നമ്മൾ പറയുന്നത്. അങ്കി അലക്കി വെളുപ്പിച്ചെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ രക്തത്താലുള്ളൊരു കഴുകലുണ്ട്. പിന്നെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മളെ കഴുകുന്ന ഒരു കാര്യങ്ങളുണ്ട്. അതാ അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും അവിടെ കറ എന്ന് പറയുമ്പോൾ പാപത്താൽ വന്ന കറ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വചനത്തിൻ്റെ ഒരു വെളിച്ചം കിട്ടുമ്പോഴായിരിക്കും അത് കറയാന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. അതുവരെ നമ്മൾ ന്യായീകരിച്ചിട്ടോ അതൊക്കെ നോർമൽ അല്ലേ, എല്ലാവരും അങ്ങനല്ലേ. പക്ഷേ
വചനത്തില് ആ ഒരു യേശു സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കണം. അപ്പോഴാണ് അയ്യോ എൻ്റെ സ്നേഹം എത്ര കുറവുള്ളത്. അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവിന് ഞാൻ തലയുന്ന വണ്ണം ക്രിസ്തുവിന് സഭയുന്ന വണ്ണം കീഴടങ്ങണം. അയ്യോ അപ്പം എൻ്റെ കീഴടങ്ങൽ എത്ര കുറവുള്ളതാണ്. അതുപോലെ തന്നെ അപ്പം പിന്നെ മക്കളായിട്ടുള്ളവരൊന്നും ഇവിടെ ചെറുപ്പക്കാരൊക്കെ ഇരിപ്പുണ്ട് കല്യാണം കഴിക്കാത്തവർ. അപ്പം അവരായിരിക്കും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം അത് നിങ്ങൾക്കും ഉള്ള ഡോസ് ഉണ്ട് താഴോട്ട് വരുമ്പോൾ. 6-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ നിങ്ങളും മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവിൻ, അത് ന്യായമല്ലോ. അതുപോലെ ആ ഒരു കർത്താവിൽ അവരെ അമ്മയപ്പന്മാരെ അമ്മയപ്പനും ഒക്കെ അവരൊന്ന് പറയുമ്പോൾ എനിക്കറിയാം, നിങ്ങൾ അപ്പയ്ക്ക് അതൊന്നും അറിയത്തില്ല, മമ്മിക്ക് എന്തോ അറിയാവുന്നേ, ഞാൻ ഇപ്പം അങ്ങ് ചെയ്യാം, ഞാനിപ്പോൾ മനെ കുറച്ച് നേരം മൊബൈലിൽ നിന്ന് മാറ്റി വെക്കാം, അല്ല ഇപ്പം ഞാൻ വരാം, ഇപ്പം മാറ്റി വെക്കാം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് അനുസരിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഇക്കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് പോവാം. അപ്പം ആ ഒരു ഉടനടി ഉള്ള ഒരു ഒബീഡിയൻസ്. അപ്പം അങ്ങനെയുള്ള കുറവുകളൊക്കെ കാണുമ്പോൾ, വചനം കാണുമ്പോഴാണ് നമുക്ക് നമ്മുടെ കറകളൊക്കെ മനസ്സിലാകുന്നത്. ഒരു നമ്മളെന്തോ വലിയ നീതിമാന്മാരാണ്, ഞങ്ങൾ വലിയ വിശുദ്ധന്മാരാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ വചനത്തിന്റെ വെളിച്ചം കാണുമ്പോൾ അയ്യോ കർത്താവേ എനിക്ക് കുറവുകളുണ്ട്. അപ്പം അതാ ആ വചനത്തിലുള്ള ശുദ്ധീകരണത്തിൽ അവിടെ കറ ചില കർത്താവിന്റെ സ്വഭാവത്തിന് ചേരാത്തതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കർത്താവ് നമുക്ക് കാണിച്ചു തരും. പിന്നെ ചില ചുളുക്കം. ചുളുക്കം എന്ന് പറഞ്ഞാൽ എന്താ, വയസ്സിരുന്നവർക്ക് മുഖം ചുളുങ്ങുന്നതല്ലേ പറഞ്ഞാൽ ഒരു പഴക്കത്തെ സൂചിപ്പിക്കുന്ന ചുളുക്കം, റിങ്കിൾ. ചില കാര്യത്തിൽ ഒരു ഫ്രഷ്നെസ് ഇല്ലാത്തൊരവസ്ഥ. അപ്പം അവിടെ കർത്താവിന്റെ സന്നിധിയിലുള്ള ഒരു ഫ്രഷ്നെസ്സിലേക്ക് വരുവാൻ കറ ചുളുക്കം മുതലായവയൊന്നും ഇല്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കമായിട്ട് തനിക്കുന്ന തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ആ ഒരു ക്രിസ്തുവിന്റെ സ്നേഹം പോലെ ആയിരിക്കണം ഭർത്താവിന്റെ സ്നേഹം എന്നുള്ള കാര്യം നമ്മളോട് വായിക്കുന്നത്. അപ്പം അവിടെ ആ ഒരു വചനത്താലുള്ള കഴുകൽ. പിന്നെ ആ യോഹന്നാൻ 15:3 എല്ലാവർക്കും പരിചയമുള്ള വാക്യമല്ലേ. നമ്മളെ വേർഡ് ബൈ വേർഡായിട്ടൊക്കെ ആ യോഹന്നാന്റെ സുവിശേഷമൊക്കെ അത്രയും ചിന്തിക്കാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഇവിടെ യോഹന്നാൻ 15:3 എന്താ നമ്മൾ വായിക്കുന്നത്? ബൈ ദ വേർഡ്സ് ഐ ഹാവ് സ്പോക്കൻ ടു യു യു ആർ ഓൾറെഡി ക്ലീൻ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. ഇപ്പം ആ ഒരു വചനമാകുന്ന ജലം കൊണ്ടുള്ള കഴുകൽ, കർത്താവിന്റെ രക്തത്താലുള്ള ഒരു പാപത്തിന്റെ കറയിൽ നിന്ന്, പാപത്തിന്റെ ഗിൽറ്റ് കുറ്റബോധത്തിൽ നിന്നുള്ളൊരു കഴുകല്. പിന്നെ വചനത്തിന്റെ വെളിച്ചം നമുക്ക് കാണിച്ചു തരുന്ന പല കാര്യങ്ങളിലും ഒക്കെ കറയും ചുളുക്കവും ഒക്കെ ഉള്ള ഒരു കഴുകല്. അപ്പൊ അങ്ങനെ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വായിച്ചു വരുന്നേ? നമ്മൾ വെളിപാട് പുസ്തകത്തിലേക്ക് വരിക. വെളിപാട് പുസ്തകം 22:14 എന്താ നമ്മൾ കണ്ടേ? ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും. അപ്പൊ ജീവന്റെ വൃക്ഷത്തിൽ നമുക്ക് എങ്ങനെ അധികാരം ഉണ്ടാവുന്നേ? ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള ഒരു വഴിയുണ്ട്. അത് കാപ്പാനായിട്ട് കെറൂബുകൾ നിപ്പുണ്ട്, വാളിന്റെ ജ്വാലയുമായിട്ട് നിപ്പുണ്ടെന്ന് എവിടെ നമ്മൾ വായിക്കുന്നേ? ഉൽപ്പത്തി 3:24 നമ്മൾ വായിക്കുന്നുണ്ട്. ജെനസിസ് 3:24. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ ഇടയ്ക്ക് ക്ലോക്കിന്റെ ഒരു ഇപ്പൊ 3:24 ആകുമ്പോൾ അവർ പറയും അതേ 3:24, ജെനസിസ് 3:24 അച്ഛാ. കുറച്ചുകൂടി 4:29 ആകുമ്പോൾ എഫേഷ്യൻസ് 4:29 ലെറ്റ് നോ അൺഹോൾസം വേർഡ്. ഇങ്ങനെ അവര് ഒരു വേഴ്സിന്റെ റെഫറൻസ് ചിലപ്പോ ഈ ക്ലോക്കിന്റെ ഒരു ഇത് കണ്ടിട്ട് പറയും ആ വേഴ്സ് റെഫറൻസ് ആണെന്ന് പറയും. സോ അത് ഐ വാസ് റിയലി എൻകറേജ് ബൈ ദം സെയിങ് ദാറ്റ്. അവര് അങ്ങനെ പറയുന്നത് കേട്ട ആ ഒരു വചനം അവർക്ക് ആ ഒരു ഇപ്പൊ ഒരു ക്ലോക്കിലെ ഒരു വാക്യം കാണുമ്പോൾ അത് വെച്ച് നമ്മൾ എന്താ വചനമാണ്. ഇപ്പൊ നമ്മൾ 9:9 എന്തെങ്കിലും ഓർമ്മയുണ്ട്? എബ്രായർ 9:9 പെർഫെക്റ്റ് കോൺഷ്യൻസ്. നമ്മുടെ ആരാധകനെ, പുതിയ നിയമത്തിലെ ആരാധകന്റെ കോൺഷ്യൻസ് പെർഫെക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് എബ്രായർ 9:9 പറയുന്നത്. ഇപ്പൊ 9:09 ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർത്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ, ജീവന്റെ വൃക്ഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാനായിട്ട് കെരൂബുകൾ നിൽക്കുക. അപ്പം അതിൽ അധികാരം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ വാളിന്റെ ജ്വാലയ്ക്ക് ഇരയാകണം, അധീനരാകണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ ദൈവത്തിന്റെ ഹിതം ഒരു വാളുപോലെ, ജ്വാലയുള്ള വാളുപോലെ മുകളിൽ നിന്ന് വരുമ്പോൾ നമ്മളുടെ ഇഷ്ടം ഒരു ഹൊറിസോണ്ടൽ തിരശ്ചീനമായിട്ടുള്ള ഒരു പലക, ദൈവത്തിന്റെ വാള് ഒരു വെർട്ടിക്കലായിട്ടുള്ള ലംബമായിട്ടുള്ള ഒരു പലക. അപ്പോൾ അവിടെ ഒരു ക്രോസ് ആയി. ഞാനവിടെ എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് മരിച്ചു. കർത്താവേ അവിടുത്തെ ഇഷ്ടം പോലെ എന്നിലാവട്ടെ ഒരു സമയത്ത്. കർത്താവ് എന്നെ തന്നെ ഉയർത്താതെ എല്ലാത്തിലും അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ നമ്മളെ തന്നെ ചില കാര്യങ്ങളൊക്കെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നടക്കുന്നു. ചിലപ്പം നമുക്ക് ആകുല ചിന്ത ഉണ്ടാകുന്ന, ചിലപ്പം വല്ലാത്ത പ്രയാസം ഉണ്ടാകുന്ന പല കാര്യങ്ങളും നടക്കുന്നു. കർത്താവ് എങ്കിലും അവിടുന്ന് അനുവദിച്ചു. കർത്താവ് എനിക്ക് കൃപ തരണേ, ഞാനിവിടെ എന്നെ തന്നെ താഴ്ത്തുന്ന അവിടുത്തെ ആത്മാവിനാൽ, വിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. ചില രോഗാവസ്ഥകളോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ തന്നെ ചില രോഗാവസ്ഥകളോ പ്രയാസങ്ങളോ അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളൊക്കെ വരുമ്പം
ഇന്ന് നമ്മളവിടെ കർത്താവെ അവിടെ ഒരു പരാതിയും വെറുപ്പും വാദമൊന്നും ഇല്ലാതെ കർത്താവെ സ്തോത്രത്തോടുകൂടി എല്ലാത്തിലും കർത്താവിനെ നവണ്ണം എല്ലാം ചെയ്യാനും ഒക്കെ എന്നെ സഹായിക്കണേ കർത്താവെ. ഇവിടെ എന്നെ അവിടുന്ന് ശുദ്ധീകരിക്കുവാണല്ലോ ഈ ഒരു പ്രോസസ്സിലൂടെ, ഈ ഒരു പ്രക്രിയയിലൂടെ. അപ്പൊ അങ്ങനെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ എന്താ ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ് ജീവന്റെ വൃക്ഷം, ജീവന്റെ ഉറവ, ജീവന്റെ നാഥൻ, പ്രിൻസ് ഓഫ് ലൈഫ്. ജീവന്റെ നാഥൻ, പ്രിൻസ് ഓഫ് ലൈഫ് എന്നുള്ള ആ വാക്യമൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പ്രിൻസ് ഓഫ് ഗ്ലോറി, പ്രിൻസ് ഓഫ് ലൈഫ്, അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തിലെ ആ ഒരു ജീവന്റെ നായകൻ, ജീവനായകൻ എന്നൊക്കെയുള്ള ആ പദപ്രയോഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച ആ വാക്യം കണ്ടായിരുന്നു. എവിടെ? അപ്പോസ്തലപ്രവൃത്തികൾ 3-ാം അധ്യായത്തില്, 3-ാം അധ്യായത്തിന്റെ അവിടെ 3-ാം അധ്യായത്തിലെ പ്രിൻസ് ഓഫ് എന്റെ ടൈംസ് ഓഫ് റിഫ്രഷിങ് ആശ്വാസകരം, പ്രിൻസ് ഓഫ് ലൈഫ് 15-ാമത്തെ വാക്യം, 3:15, 3:15 എന്ന് പറഞ്ഞ സമയത്തിന്റെ ഇതിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. 3:15 അവനെ ദൈവം മരിച്ചവെന്ന് മലയാളത്തിൽ 3:14, ഇംഗ്ലീഷിൽ 3:15. മലയാളത്തിൽ 3:14 പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കൊലപാതകനായവനെ വിട്ടുതരണം എന്ന് ചോദിച്ചു, ജീവനായകനെ, പ്രിൻസ് ഓഫ് ലൈഫ്, ആ പ്രിൻസ് അർഹിഗാസ്, നായകൻ, വിശ്വാസ നായകനും പുറത്തു വരുത്തുന്നവനുള്ള ആ നായകനാണ് ഈ നായകൻ, രക്ഷാനായകനെ, ക്യാപ്റ്റൻ ഓഫ് സാൽവേഷൻ എന്ന് എബ്രായർ 2:10 പറയുന്ന അതേ അർഹിഗാസ് എന്നുള്ള പദം തന്നെ. അതാ ജീവനായകനെ കൊന്നുകളഞ്ഞു, പ്രിൻസ് ഓഫ് ലൈഫ്, അവിടുന്നാണ് ജീവന്റെ നായകൻ. അപ്പം ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ അത് യേശുവിനെ തന്നെ കുറിക്കുന്നതാണ്, യേശുവിന്റെ ദിവ്യസ്വഭാവത്തെ കുറിക്കുന്നതാണ്, യേശുവിന്റെ ജീവനെ അല്ലെങ്കിൽ യേശുവിന്റെ ദിവ്യസ്വഭാവത്തെ കുറിക്കുന്നതാണെന്നുള്ള കാര്യം നമുക്ക് പറയാം. അപ്പൊ ആ ജീവവൃക്ഷത്തിന് അധികാരം ഉണ്ടാകുന്നതിന്റെ കാര്യം നമ്മളിപ്പം വായിച്ചേ 14-ാമത്തെ വാക്യം. നമ്മളിപ്പം തിരിച്ചെവിടെ എത്തി? വെളിപാട് 2:14 വാക്യം. വെളിപാട് 2:14 ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും യേശുവിനോടുള്ള കൂട്ടായ്മ, യേശുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ പങ്കാളികളാവേണ്ടതിന് ആയിട്ടുള്ള കാര്യമാണ് ഈ ക്രൂശിന്റെ വഴി. ആ ക്രൂശിന്റെ വഴിയിലാണ് നമ്മൾ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നതും കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നതും കർത്താവിന്റെ വചനത്താൽ കഴുകപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ. അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും, ദാറ്റ് ദേ മേ എൻറ്റർ ബൈ ദ ഗേറ്റ്സ് ഇൻ ടു ദ സിറ്റി. ദൈവം വെച്ചിരിക്കുന്ന 12 ഗോപുരങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ 21-ാം അധ്യായത്തില് നമ്മളിത് കണ്ടായിരുന്നു. ഗേറ്റ്, ഗോപുരം. അവിടെ 12 ഗേറ്റ്സ്, 21-ന്റെ 12 ഗോപുരവും 12 മുത്ത് എന്നുള്ള 12 ഗേറ്റ്സ് വേ 12 പേൾസ്, 12 മുത്തുകളായിരുന്നു ഈ 12 ഗേറ്റ്സ്. ആ മുത്തുകൾ എങ്ങനെ ഉണ്ടാവുന്നത്? ഒത്തിരി വളരെ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി ഓയിസ്റ്ററിന്റെ അടുത്ത്, മുത്തുച്ചിപ്പിയിലെ ആ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ഫോറിൻ ബോഡി എന്ന് പറയുമ്പോൾ ഒരു വെളിയിൽ നിന്നുള്ള ഒരു പദാർത്ഥം അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് അത് ചില സെക്രീഷൻസ് പുറപ്പെടുവിക്കും. അങ്ങനെ അത് ഒരു മുത്തായിട്ട് അത് മാറുന്നേ, മുത്തുച്ചിപ്പിയിൽ, പേൾ ഓയിസ്റ്ററിൽ. അപ്പം അങ്ങനെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ചില അഡ്വേഴ്സ് ആയിട്ടുള്ള ചില നമുക്ക് ഇഷ്ടമില്ലാത്ത പല സാഹചര്യങ്ങളിലൊക്കെ അവിടെ ഇപ്പം നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ ഫേമായിട്ട്, ഇപ്പം മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ ഫേമായിട്ട് ഒരു സ്റ്റാൻഡ് എടുത്ത് തിരുത്തേണ്ട കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ചില പാരമ്പര്യത്തിനെതിരെ, പാപത്തിനെതിരെയൊക്കെ ഒരു കടുത്ത കർക്കശതയുള്ള നിലപാടെടുക്കേണ്ടതായിരിക്കും. പക്ഷെ നമുക്ക് സ്വതവേ അങ്ങ് എങ്ങനെങ്കിലും ആയിപ്പോട്ടെ, നമുക്ക് കൂടെ തലവേദനയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറി എസ്കേപ്പിസം ചെയ്യാനായിരിക്കും നമ്മളുടെ സ്വന്തം ഇഷ്ടം. അപ്പം അവിടെ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മൾ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങളിൽ പറയേണ്ടതായിട്ട്, നമ്മൾ ഈ ക്രൂശിന്റെ വഴി എന്ന് പറയുമ്പോൾ അയ്യോ നമ്മളൊന്നും മിണ്ടാതെ എവിടെ ഒന്നും പ്രതികരിക്കാതെ, അങ്ങനെയല്ല. അത് നമ്മുടെ വഴിയാണ്. ശരി, അത് മറിച്ച് കർത്താവേ അവിടുത്തെ ഇഷ്ടം എന്താണോ, അപ്പോൾ ചില സ്ഥലത്ത് സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഒരു കൃപയോടെ എന്നാൽ കർക്കശത്തോടെ ബഹുമാനത്തോടെ ചില കാര്യങ്ങൾ ഒരു നിലപാടെടുക്കുകയും സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, പാരമ്പര്യത്തിനെതിരായിട്ടൊക്കെ നിലപാടെടുക്കുന്നതായിരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം. അവിടെ നമ്മുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു അഴകുഴമ്പനായിട്ട് ഒരു എങ്ങനെയാവട്ടെ എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ അവിടെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് കീഴടങ്ങി കർത്താവിൻ്റെ ആ ഒരു കർക്കശത്തോടെ ചാട്ടവാറെടുത്ത് ദേവാലയത്തെ ശുദ്ധമാക്കാനാണെങ്കിൽ അങ്ങനെ അപ്പം അവിടെ നമുക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ വരുമ്പോൾ അവിടെ
നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയും ദൈവത്തിന്റെ ജീവന്റെ ഒരു പ്രവാഹം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ മുത്തുച്ചിപ്പിയിൽ നിന്ന് ആ ചിപ്പി എന്താ അത് ചില സബ്സ്റ്റൻസസ്, ചില സെക്രീഷൻസ്, ചില സ്രവങ്ങൾ അതിൽ നിന്നുണ്ടായ അത് പേളായിട്ട് മാറുന്നത്. അപ്പം അതാണ് ആ ഈ യെരുശലേം നഗരത്തിലേക്ക്, യെരുശലേം നഗരമാണ് എന്താ കാന്തയാകുന്ന യെരുശലേം നഗരം, പുത്തൻ യെരുശലേം. ആ നഗരത്തിന്റെ വാതിലുകളിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ആ വാതിലുകൾ ഒരു ചിപ്പിയാണ്, ചിപ്പിയാണെന്നല്ല, സോറി, പേളാണ്. എന്താ അതൊരു 21-ാമത്തെ വാക്യത്തില് മുത്താണ്. 12 ഗോപുരവും 12 മുത്തെന്ന് പറഞ്ഞാൽ പേൾ. ആ പേൾ എങ്ങനെ ഉണ്ടായെന്നുള്ള കാര്യമൊക്കെ നമ്മളിതൊക്കെ ഓൾറെഡി 21-ാം അധ്യായത്തിലെ ആ പോർഷനിലൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ഞാൻ ഒന്നിടുന്നത് ക്വിക്കായിട്ട് അന്ന് നമ്മൾ കണ്ട കാര്യങ്ങൾ പറയുക. ഈച്ച് വൺ ഓഫ് ദ ഗേറ്റ്സ് വാസ് എ സിംഗിൾ പേൾ. ഓരോ ഗോപുരം ഓരോ മുത്ത് കൊണ്ടുള്ളതും എന്നുള്ള കാര്യമാണ്. അപ്പൊ ഓരോ ഗോപുരത്തിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മുത്ത് ഉളവാകുന്നതിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു ക്രൂശിന്റെ വഴിയുടെ ഒരു അടുത്തുള്ള അങ്ങനെയുള്ള അർത്ഥമാണ് നമ്മൾ അവിടുന്ന് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഗോപുരങ്ങളിൽ കൂടെ പ്രവേശിക്കുന്ന കാര്യം നമ്മളിപ്പം വായിച്ചു. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടത്. തിരിച്ച് നമ്മൾ ഇവിടെ എത്തി വെളിപാട് 22-ന്റെ 14-ാമത്തെ വാക്യം. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും നമ്മൾ അത് വെളിപാട് ഈ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ വരം നൽകും എന്ന് ആർക്കാ പ്രോമിസ് കൊടുത്തേ? ഏത് സഭയ്ക്കായിരുന്നു? എഫേസ് സഭയ്ക്ക്. എഫേസസ് ഇവിടെ ഇതേ വെളിപാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. എഫേസസ് സഭയുടെ ആദിസ്നേഹമൊക്കെ അങ്ങ് പോയി. അപ്പം ഈ ജീവന്റെ വൃക്ഷം എന്ന് പറഞ്ഞാൽ ആദിസ്നേഹമാണ് എന്നുള്ള കാര്യമൊക്കെ, കർത്താവിനോടുള്ള നിർമ്മലവും ഏകാഗ്രവുമുള്ള സ്നേഹമാണ് ആ ജീവന്റെ വൃക്ഷം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ 2 കൊരിന്ത്യർ 11-ന്റെ 3-4 വാക്യങ്ങളിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സഭൻ എന്തേ പറഞ്ഞുകൊണ്ട് വരുന്നേ എന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടോ? നേരത്തെ നമ്മൾ അതിനൊക്കെ കേട്ടിട്ടുള്ളവർക്ക് അറിയാം. അവിടെ എന്താ 2 കൊരിന്ത്യർ 11-ന്റെ 3-4 വാക്യങ്ങളില് സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള നിർമ്മലവും ഏകാഗ്രവുമായ ഭക്തിയിൽ നിന്ന് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുന്നതിനെ കുറിച്ചുള്ള ഭയം, ദൈവികമായ ഭയത്തെക്കുറിച്ച് അവിടെ 2 കൊരിന്ത്യർ 11-ന്റെ 3-4 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത്. അപ്പം സർപ്പം ഹവ്വയെ ഉപായത്താൽ എന്തിൽ നിന്നാ ചതിച്ചേ? ജീവവൃക്ഷത്തിൽ നിന്ന് പങ്കാളിയാവുന്നതിൽ നിന്നാ എക്സ്ട്രയാക്കി, എന്താണ് പറഞ്ഞേ, അതിൽ നിന്ന് ജീവവൃക്ഷത്തിൽ നിന്ന് പങ്കാളിയാവുന്നതിൽ നിന്ന് വഴിതിരിച്ചു വിട്ടത്, നന്മ വൃക്ഷത്തിലേക്ക് പോയി അതൊക്കെ പിടിച്ചു പറിച്ച് അകത്താക്കിയത്. അപ്പോൾ എന്താ സംഭവിച്ചേ? ജീവന്റെ വൃക്ഷത്തിൽ നിന്നാണ് ഹവ്വ ഉപായത്തിൽ ചതിക്കപ്പെട്ടത്. അപ്പൊ ആ ജീവന്റെ വൃക്ഷം എന്ന് പറയുന്നതിന് പകരം പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ പറയുന്നത് എന്താ? ക്രിസ്തുവിനോടുള്ള നിർമ്മല ഏകാഗ്രമായ സ്നേഹം. ഇപ്പൊ അത് നമ്മൾ സാഗ്ലറിന്ന് കേട്ടിട്ടുണ്ട്. ജീവന്റെ വൃക്ഷം എന്നുള്ളതിന്റെ ഒരു ന്യൂ ടെസ്റ്റമെന്റ് പാരഫ്രൈസ്, പരിശുദ്ധാത്മാവിന്റെ ഒരു പുതിയ നിയമത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഒരു വിവരണമാണ് എന്ത്? ക്രിസ്തുവിനോടുള്ള നിർമ്മലവും ഏകാഗ്രവുമായ ഭക്തി. സിമ്പിൾ ആൻഡ് പ്യുവർ ഡിവോഷൻ ടു ക്രൈസ്റ്റ് ആണ്. ഇപ്പൊ യേശുവാണ് ജീവന്റെ വൃക്ഷം എന്ന് നമ്മൾ പറഞ്ഞു. യേശുവിന്റെ സ്വഭാവമാണ്. ആ യേശുവിന്റെ സ്വഭാവമാണെന്ന് പറയുമ്പോൾ യേശുവിനുള്ള ഒരു നിർമ്മലവും ഏകാഗ്രവുമായിട്ടുള്ള ഒരു സ്നേഹം, അതാണ് കർത്താവിന്റെ ജീവനും സ്വഭാവം എന്ന് പറഞ്ഞാൽ. അതാണ് ജീവന്റെ വൃക്ഷം. അതിൽ നിന്ന് തെറ്റിച്ച് കളയാൻ പിശാച് നോക്കുന്നേ. അപ്പൊ എഫേസസ് സഭ അങ്ങനെ വഴിതെറ്റിപ്പോയി. അവർക്ക് ഒത്തിരി പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ സഹിഷ്ണുതയും പ്രവൃത്തികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ആദ്യ സ്നേഹമൊക്കെ അങ്ങ് തണുത്തുപോയി. അപ്പം നിങ്ങൾ ഈ സ്നേഹമില്ലായ്മയിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ഈ ജഡത്തെയും ലോകത്തെയും സാത്താനെയൊക്കെ ജയിച്ച്, അങ്ങനെ പാപത്തെ ജയിച്ച് നിങ്ങൾ ജയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വരം നൽകുന്ന വായിച്ചേ അവിടെ വെളിപാട് 2-ന്റെ 7 ഇതേ കാര്യമാണ് വായിക്കുന്നത്. എന്താ? ജയിക്കുന്നവന്, വെളിപാട് 2-ന്റെ 7 ലാറ്റർ പാർട്ട് 2-ാമത്തെ പകുതി, ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പർദീസിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ കൊടുക്കും. അതാണ് നമ്മളിപ്പം വെളിപാട് 22-ന്റെ 14 വായിച്ച്. ജീവവൃക്ഷത്തിൽ നിന്ന് ഉള്ള ജീവവൃക്ഷത്തിന് പങ്കാളിയാകാനുള്ള അധികാരത്തെക്കുറിച്ച് നമ്മൾ വായിച്ച്. ജയിക്കുന്നവന് എന്താ? ഈ ആദ്യ സ്നേഹത്തിൽ നിന്ന് വീണുപോയ ആ സ്നേഹമില്ലായ്മയെ ജയിക്കുന്നവന്. അപ്പൊ ആ സ്നേഹമില്ലായ്മ വരാൻ കാരണമായി തീർന്ന ജഡവും ലോകവും പിശാചും കാര്യങ്ങളും, അതിനെല്ലാം ജയിക്കുന്നവന് പർദീസിലുള്ള ജീവവൃക്ഷം, അത് അതിവിശുദ്ധ സ്ഥലത്തുള്ള കർത്താവിന്റെ സാന്നിധ്യവും കർത്താവിന്റെ സ്വഭാവവും അതിസ്നേഹമൊക്കെയാണ് ഈ ജീവവൃക്ഷം എന്ന് പറയുന്നത്. ആ ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് ഭക്ഷിക്കുക, അതിന്റെ പങ്കാളികളാകാന്ന് പറഞ്ഞാൽ ഈ അതിവിശുദ്ധ സ്ഥലത്തിലേക്ക് എന്താ? ചിന്തപ്പെട്ട തിരുശിലയിൽ കൂടെയാണ് അതിലേക്കുള്ള പ്രവേശനം. ജീവവൃക്ഷത്തിലേക്കുള്ള വഴിയിലേക്കുള്ള പ്രവേശനമൊക്കെ ആ ഒരു വാളിനിരയാകുന്നതിൽ കൂടാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. എല്ലാവർക്കും എല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ?
ജീവവൃക്ഷം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കർത്താവിനോടുള്ള സ്നേഹവും കർത്താവിൻ്റെ സ്വഭാവവും കർത്താവിനെ തന്നെ കുറിക്കുന്നതുമാണ്. നമ്മളെ തന്നെ താഴ്ത്തി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ആണ് നമുക്ക് അതിൽ നിന്നുള്ളൊരു പങ്കാളികളാവാൻ ഒക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ഗോപുരം ആകുന്ന മുത്തുകളിൽ കൂടെ നമ്മൾ കയറി ഈ പുത്തൻ യെരൂശലേമിൻ്റെ ഭാഗമായി തീരുന്നത്. ആ ഒരു മുത്ത് ആ ഒരു അഡ്വേഴ്സ് സർക്കംസ്റ്റാൻസസിൽ, അതായത് പ്രതികൂലമായ പരിസ്ഥിതികൾ കൂടെ ഒരു മുത്തുകൾ ഉരുവാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ആ ഒരു ക്രൂശിൻ്റെ വഴിയിൽ അങ്ങനെ കർത്താവിൻ്റെ കർത്താവിൻ്റെ കാന്തയുടെ പുത്തൻ യെരൂശലേമിൻ്റെ ഭാഗമാകുവാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. എന്താ 14-ാമത്തെ വാക്യം തിരിച്ച് നമ്മൾ എവിടെ എത്തി? വെളിപാട് 22:14 ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും. അപ്പം നമ്മൾ എന്താ നിത്യതയിൽ നമ്മൾ ജീവന്റെ വൃക്ഷത്തിൽ അധികാരമുള്ളവരായിരിക്കുമോ? ഇന്നേ നമ്മൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവരാണെങ്കിൽ എന്താ ഈ ഒരു ക്രൂശിന്റെ വഴി നമ്മെ തന്നെ താഴ്ത്തി പരിശുദ്ധാത്മാവിന്റെ നിറവിൽ യേശുവിൻ്റെ സ്വഭാവത്തിനോട് അനുരൂപപ്പെടുന്നവരാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ഭാര്യയോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനുള്ള ബന്ധത്തിൽ, ജോലി സ്ഥലത്ത് ഉള്ള പഠനത്തിലൊക്കെ ഉള്ള നമ്മുടെ വിശ്വസ്തത, നമ്മളുടെ ഓരോ കാര്യത്തിലും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലുള്ള നമ്മളുടെ ആ ഒരു കാർക്കശ്യവും സ്നേഹവും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും എല്ലാം കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു വചനത്തിൻ്റെ വഴിയിലൂടെ, ക്രൂശിൻ്റെ വഴിയിലൂടെ, ആ ഒരു മരണ പുനരുദ്ധാനങ്ങളുടെ വഴിയിലൂടെ നമ്മൾ പോകുമ്പോഴാണ് വിൽ ഹാവ് ദ റൈറ്റ് ടു ദ ട്രീ ഓഫ് ലൈഫ്. ജീവവൃക്ഷത്തിൽ നമുക്ക് അധികാരം ഉണ്ടാകുന്നവരായി മാറുന്നത്. അപ്പോഴാണ് നമുക്ക് ഗോപുരങ്ങളും കൂടെ നഗരത്തിൽ കടക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെ കടക്കുന്നതിനും എന്താ ഇവർ ചെയ്യുന്നത്? തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ. നമ്മുടെ ജീവിതത്തിലെ കുറവുകളൊക്കെ കാണുമ്പോൾ, കർത്താവ് കാണിക്കുമ്പോൾ, അത് കർത്താവിൻ്റെ രക്തത്താലും കർത്താവിൻ്റെ വചനത്താലും ഒക്കെ കഴുകി വെടുപ്പാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നത്. അപ്പം ഭാഗ്യവാന്മാർ എന്നുള്ള ആ ഒരു പദം നമ്മൾ വെളിപാട് പുസ്തകത്തിൽ 7 തവണ കണ്ടു. 7 എന്നുള്ളൊരു പെർഫെക്റ്റ് സംഖ്യയാണ്. നമ്മളത് അന്ത്യപ്രവചന പുസ്തകത്തിൽ വേറെ ആ ഒരു 7 തവണ ഈ ഭാഗ്യവാന്മാർ, മക്കാരിയോസ്, ബ്ലെസ്സഡ് എന്നുള്ളൊരു വാക്യം കാണപ്പെടുന്ന ഒരു 7 സന്ദർഭങ്ങൾ നമ്മളെ അന്ത്യപ്രവചന പുസ്തകത്തിൻ്റെ ആ ഒരു പരിഭാഷയിൽ, ആ ഒരു എക്സ്പ്ലനേഷനിൽ പറയുന്നത് നമ്മൾ വായിച്ചു. അപ്പം നമ്മൾ പറഞ്ഞു. അപ്പം വസ്ത്രം അലക്കുന്നവർ എന്ന് പറയുന്നത് ആണ് കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള ട്രാൻസ്ലേഷൻ. എന്നാൽ KJV എഴുതിയിരിക്കുന്ന കൽപ്പനകൾ കാക്കുന്നവർ എന്ന് പറയുമ്പോൾ വസ്ത്രം അലക്കുന്നത് തന്നെ കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. അങ്ങനെ വസ്ത്രം അലക്കുന്നവർ തന്നെയാണ് കർത്താവിൻ്റെ കൽപ്പനകളും കാക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഒരേ ആത്മീയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതുകൊണ്ട് അവിടെ ഒരു കോപ്പിയിങ് എറർ വന്നെങ്കിൽ പോലും അതിലൊരു വലിയ വൈരുദ്ധ്യമൊന്നും ഇല്ലാതെ ദൈവം കാത്തു എന്നുള്ളൊരു കാര്യവും കൂടെ നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പൊ ഈ ബ്ലസ്സഡ് എന്നുള്ള ഇപ്പൊ 7 വെളിപാട് 7 ആത്മാക്കൾ, 7 സഭകൾ, 7 വിളക്ക് തണ്ടുകൾ, അങ്ങനെ 7 ദൂതന്മാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 7 എന്നുള്ള കാര്യം നമ്മൾ ബൈബിളിൽ എസ്പെഷ്യലി വെളിപാട് പുസ്തകത്തിലുടനീളം നമ്മൾ ഈ 7 എന്നുള്ള ഒരു കാര്യം കാണുന്നുണ്ട്. അവിടെ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാലും 7 നമ്മുടെ ചേർച്ചിൻ്റെ കഴിഞ്ഞ വർഷമായിരുന്നു 7ാമത്തെ ആനിവേഴ്സറിയിൽ. അപ്പം ഈ 7 എന്നുള്ള സംഖ്യയെ കുറിച്ച് നമ്മൾ അന്നും പറഞ്ഞായിരുന്നു. അപ്പം പ്രകൃതിയിലേക്ക് നോക്കിയാലും 7 സ്വരങ്ങൾ, സപ്തസ്വരങ്ങൾ, മഴവില്ലിന് 7 വർണ്ണങ്ങൾ, 7 കളേഴ്സ്, വിബ്ജിയോർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പ്രകൃതിയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഈ വെളിപാട് പുസ്തകത്തിൽ നമ്മൾ ഈ 7ന്റെ ഒരു കാര്യങ്ങൾ കാണുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുമ്പോൾ 7 തവണ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. 7 തവണ എവിടൊക്കെയാ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് 7 ഇൻ ദ ബൈബിൾ. ഞാൻ അതിനകത്ത് എവിടെ എഴുതി വെച്ചേക്ക് നോക്കുമായിരുന്നു. എൻ്റെ ഈ ബൈബിളിൽ പറയുന്ന 7, വെളിപാട് പുസ്തകത്തിൽ പറയുന്ന 7ന്റെ ഇത് ഞാനിങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ വെളിപാട് 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെയും 7-ാമത്തെയും വാക്യത്തിലൊക്കെ 7 വെളിപാട് 1-ന്റെ 4 7 ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ 7 ആത്മാക്കൾ എന്ന് വിളിക്കുന്നുണ്ട്. ആ 7 ആത്മാക്കൾ എന്ന് വിളിക്കുന്ന കാര്യം നമ്മൾ യേശയ്യാവ് 11-ന്റെ 2-3 വാക്യങ്ങളിലെ സ്പിരിറ്റ് ഓഫ് ദ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ സ്പിരിറ്റ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്, സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, സ്പിരിറ്റ് ഓഫ് സ്ട്രെങ്ത്, സ്പിരിറ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ്
ദ ലോർഡ്, യഹോവയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ആ ഒരു 7 കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് ആ വാക്യങ്ങൾ എടുത്ത് വായിക്കണമെങ്കിൽ യെശയ്യാവ് 11-ന്റെ 2-ാമത്തെ വാക്യം, അവൻ ആ 7 ആത്മാക്കൾ, നമ്മളിപ്പോൾ ഈ 7 ഭാഗ്യാവസ്ഥകളെ കുറിച്ച് കാണുന്നതിന് മുമ്പായിട്ട് 7 എന്നുള്ള പദം നമ്മൾ വചനത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് കാണാം. എന്താ 7 എന്നുള്ളത് കാര്യം ഇവിടെ 11-ന്റെ 2-ല് 7 ആത്മാക്കൾ എന്ന് പറയുമ്പോൾ യഹോവയുടെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, വിവേകത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, യഹോവ ഭക്തി അല്ലെങ്കിൽ യഹോവ ഭയം, ദൈവഭയത്തിന്റെ ആത്മാവ്, അങ്ങനെ 7 ആത്മാക്കൾ. അപ്പൊ ആ ഒരു 7 എന്നുള്ളൊരു കാര്യം അവിടെ പരിശുദ്ധാത്മാവിന് 7-fold ഹോളി സ്പിരിറ്റ്, 7 മടങ്ങുള്ള ആത്മാവ് അല്ലെങ്കിൽ 7 ആത്മാക്കൾ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. പിന്നെ 7 സഭകളെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് 1-ാം അധ്യായത്തിൽ അതിന്റെ പേരുകൾ വായിക്കുന്നുണ്ട്. പിന്നെ 2-3 അധ്യായങ്ങളിൽ 7 സഭകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരാഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? 7 ദിവസങ്ങളുണ്ട്. പിന്നെ മൊത്തവും കാലഘട്ടം, മനുഷ്യരാശിയുടെ കാലഘട്ടം എത്ര വർഷമായിരിക്കും എന്ന് ചോദിച്ചാൽ 7000 വർഷമായിരിക്കും എന്നാ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇതുവരെ എത്ര വർഷങ്ങളായി? ആദാം ആദാമിനെ നമ്മൾ ചരിത്ര ചരിത്ര അതായത് ബൈബിളിന്റെ ക്രൊണോളജിക്കൽ ഓർഡർ നോക്കുവാണെങ്കിൽ ബൈബിളിന്റെ ജീനിയോളജി, വംശാവലിയൊക്കെ പറഞ്ഞിട്ടുള്ളത് ആദാം എത്ര വർഷം ജീവിച്ചിട്ടുണ്ട്, ആദാമിന്റെ മക്കളൊക്കെ ഓരോരുത്തരൊക്കെ എത്ര വർഷം ജീവിച്ചിട്ടുള്ള കണക്കുകളൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് കർത്താവ് വരുന്നതിന് മുമ്പ് 4000 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ആദാം അതിനെ സൃഷ്ടിച്ചത് എന്നുള്ളൊരു കാര്യമാണ്, മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പം 4000 വർഷം, പിന്നെ ഒരു 2000 വർഷം കൂടി, ഇപ്പോൾ 2026 പിന്നെ ഒരു 2000 വർഷം കൂടെ ആയി. അപ്പൊ ഈ മൊത്തം 6000 വർഷങ്ങൾ ആയി മനുഷ്യൻ. ഇനിയിപ്പം കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്ത്, കർത്താവ് വരുമ്പോൾ ഇനിയൊരു 1000 വർഷക്കാലം ഭരണം കൂടെ ഉണ്ട്. അപ്പം എത്ര വർഷമായി? 7000. അപ്പൊ അവിടെ ഒരു 7 എന്നുള്ളൊരു പൂർണ്ണസംഖ്യ വന്നു. പിന്നെ 7 സ്വരങ്ങള്, 7 മഴവിൽ വർണ്ണങ്ങള്, പിന്നെ 7 മുദ്രകള്. ഒരു പുസ്തകം, അതിന് മുദ്രകൾ പൊട്ടിക്കാൻ ആരുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ അപ്പോസ്തലൻ കരയുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടായിരുന്നു വെളിപാട് 5-ാം അധ്യായത്തിൽ. അപ്പൊ 7 മുദ്രകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഓരോ മുദ്രയും പൊട്ടിക്കുമ്പോൾ ടപ്പോ ടപ്പോ എന്ന് പൊട്ടിക്കുമ്പോഴത്തേക്കും ഓരോരോ അന്ത്യകാല സംഭവങ്ങൾ നടക്കുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ 7 വിളക്കുകൾ, വെളിപാട് 4-ന്റെ 5-ല് 7 വിളക്കുകളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. 7 കൊമ്പുകളെ കുറിച്ച് വെളിപാട് 5-ന്റെ 6-ല് വായിക്കുന്നുണ്ട്. 7 ദൂതന്മാരെ കുറിച്ച്, 7 ദൂതന്മാര് കാഹളം ഊതുന്നതിനെ കുറിച്ച് വെളിപാട് 8-ന്റെ 2-ല് വായിക്കുന്നുണ്ട്. ആ 7 കാഹളങ്ങളെ കുറിച്ചും വെളിപാട് 8-ന്റെ 2-ല് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെന്താ 7 മിന്നൽ, പീൽസ് ഓഫ് തണ്ടർ, വെളിപാട് 10-ന്റെ 3 എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ 7 പീൽസ് ഓഫ് തണ്ടർ എന്ന് വായിക്കുന്നുണ്ട്. 7 ഇടിയും നാദം, 7 ഇടിയും നാദം മുഴക്കി, പീൽസ് ഓഫ് തണ്ടർ, ഒരു ഇടി, ഇടിമിന്നലിന്റെ ഇടി എന്ന് പറയുമ്പോൾ ആൾക്കാരെന്ത് തമ്മിൽ ഇടിക്കുന്നതെന്ന് വിചാരിക്കും. തണ്ടർ, 7 ഇടിയുടെ നാദം, 7 ഇടിയുടെ നാദം മുഴക്കി. അപ്പൊ അങ്ങനെ ഒരു 7 ഒരു പൂർണ്ണതയുടെ സംഖ്യയായിട്ടാണ് പറയുന്നത്. അപ്പം ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടവരുടെ കാര്യം പറയുമ്പോൾ 7 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം അത് എല്ലാം കൂടെ പറയാൻ ഇപ്പം നമുക്കിപ്പോൾ 9:30 ആയതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഇത് മാത്രം ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് ക്ലോസ് ചെയ്യുക. വെളിപാട് 1-ന്റെ 3-ല് ആദ്യത്തെ ബ്ലെസ്സഡ് എന്നുള്ള വാക്ക് വായിക്കുന്നത് നമ്മൾ അതങ്ങ് വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് തന്നെ പിന്നെ അടുത്ത ആഴ്ച അതേക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ഓരോ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയും പെട്ടെന്ന് ഒന്നുകൂടെയൊക്കെ നമുക്ക് കാണുകയൊക്കെ ചെയ്യാം. അപ്പോൾ വെളിപാട് 1-ന്റെ 3-ല് ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾക്കുന്നവനും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവനും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. ടൈം ഈസ് നിയർ, ടൈം ഈസ് നിയർ, ടൈം ഈസ് നിയർ എന്ന് നമ്മുടെ സാം ബ്രദറിന്റെ അവസാന കാലഘട്ടത്തിലെ സിസ്റ്ററോട്, ഭാര്യയോട് ടൈം ഈസ് നിയർ, ടൈം ഈസ് നിയർ എന്ന് പലപ്പോഴും പറയാറുള്ളതായിട്ട് സിസ്റ്റർ അതിൻ്റെ ടെസ്റ്റിമണിയിൽ, ആ ഫ്യൂണറൽ സെറമണി ടെസ്റ്റിമണിയിൽ പറയുന്നത് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പം ടൈം ഈസ് നിയർ, അത് നമ്മളുടെ ജീവിതത്തിലും എപ്പോഴാണ് കർത്താവ് വിളിക്കുന്നേ, എപ്പോഴാണ് കർത്താവിന് വരുന്നേ എന്നുള്ള കാര്യമൊന്നും നമുക്കറിയത്തില്ല. ടൈം ഈസ് നിയർ. അപ്പം അതുകൊണ്ട് ഈ പ്രവചനത്തിലെ വാക്കുകളെ, ഈ പ്രവചനം എന്ന് പറയുമ്പോൾ ബൈബിളിലെ എല്ലാ വാക്യങ്ങളും നമ്മൾക്ക് അതനുസരിക്കണം എന്ന് വെളിപാട് പുസ്തകത്തിലെ ഈ കാര്യങ്ങൾ പ്രവചന വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും, അന്നൊന്നും ഇതുപോലെ പ്രിന്റഡ് ബൈബിളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു വചനങ്ങളൊക്കെ. അപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്ന പ്രമാണിക്കുന്നവരുമാണ്. നമ്മൾ അതനുസരിക്കുമ്പോൾ തെരയോ എന്നുള്ളൊരു വാക്ക്, കീപ് ദ കമാൻഡ്മെന്റ്സ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നമ്മളിന്ന് കണ്ടേ? ഇന്ന് നമ്മൾ
വെളിപാട് 22-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യമൊക്കെ നമ്മൾ കണ്ടു. നിത്യതയിലെ പ്രതിഫലത്തെക്കുറിച്ചും കർത്താവ് നമ്മുടെ ജീവിതത്തിലെ സിംഹാസനത്തിലായിരിക്കേണ്ടതിനെ കുറിച്ച് നമ്മൾ കണ്ടു. നിത്യതയിലെ പ്രതിഫലം കർത്താവ് തന്നെയാണ്. ഇന്നും നമുക്ക് കർത്താവ് തന്നെയാണ് പ്രതിഫലം എന്നുള്ള കാര്യം കണ്ടു. പിന്നെ ആൽഫ ആൻഡ് ഒമേഗ ആണ് കർത്താവ്. നമ്മുടെ ജീവിതം അതുപോലെ തുടക്കമൊടുക്കമൊക്കെ കർത്താവിലൂടെ ആയിരിക്കണം. പിന്നെ ഈ വസ്ത്രം അലക്കുന്നതിനെ കുറിച്ച്, വസ്ത്രം അലക്കുന്നവരാണ് യഥാർത്ഥത്തിൽ കൽപ്പനകൾ പാലിക്കുന്ന വസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മളുടെ നീതിയെങ്കിയും കല്യാണ വസ്ത്രമൊക്കെ കറയും ചുളുക്കമൊന്നും ഇല്ലാതെ സൂക്ഷിക്കുന്നതിനെക്കുറിച്ചും, അത് കർത്താവിൻ്റെ രക്തത്താലും വചനത്താലും ഉള്ള കഴുകലിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ആ ഗോപുരത്തിലൂടെയുള്ള പ്രവേശനം അതൊരു ക്രൂശിൻ്റെ പാതയുടെ ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗമാണെന്നുള്ള കാര്യവും, ജീവന വൃക്ഷത്തിലേക്കുള്ള അധികാരം ഉണ്ടാകുന്നതിൻ്റെ കാര്യമെല്ലാം ഈ ഒരു നമ്മുടെ സ്വയജീവൻ, നമ്മുടെ സ്വന്തം ഇഷ്ടം കർത്താവിൻ്റെ ഇഷ്ടത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളാണെന്നുള്ള കാര്യവും നമ്മൾ കണ്ടു. അപ്പം ആ ഒരു അനുഗ്രഹീതർ എന്നുള്ള വാക്കിൻ്റെ 7 തവണ അനുഗ്രഹീതർ എന്നുള്ള വാക്ക് നമ്മൾ വെളിപാട് പുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പം ആ 7 എന്നുള്ളത് ബൈബിളിലും പ്രകൃതിയിലും ദൈവം സൃഷ്ടിച്ച് പ്രകൃതിയിലുമൊക്കെ 7ൻ്റെ ഒരു അതിപ്രസരം എന്ന് പറയാം, അല്ലെങ്കിൽ പലയിടങ്ങളിൽ ഒരു പൂർണ്ണതയുടെ സംഖ്യയായിട്ട് നമ്മൾ 7 കാണുന്നതിൻ്റെ പല കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിൽ 1-ാമത്തെ ഭാഗ്യവർണ്ണനെയും നമ്മൾ വെളിപാട് 1-ന്റെ 3-ാമത്തെ വാക്യം കണ്ടു. ഈ വചനം അനുസരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അപ്പം അതുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, കർത്താവിലേക്ക് നോക്കാം. വചനം അനുസരിപ്പാനായിട്ട് നമ്മളുടെ ഇഷ്ടത്തെ കർത്താവിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ ജീവിത സിംഹാസനത്തിൽ യേശു തന്നെയാണോ ഇപ്പോഴും രാജാതിരാജാവായിരിക്കുന്നത്? നമ്മളുടെ വീട്ടിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവാണോ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മൾ അനുവദിക്കുന്നത്? അത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ കുടുംബജീവിതത്തിൽ എങ്ങനെയാണ്? ഭാര്യയോടും ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ, അപ്പനമ്മമാരോടുള്ള ബന്ധത്തിൽ, സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ, ബാക്കി സമസൃഷ്ടങ്ങളോടുള്ള ബന്ധത്തിലുമൊക്കെ നമ്മുടെ സഭയിലും എല്ലാം ആ ഒരു കർത്താവ് തന്നെ രാജാതിരാജാവായിട്ടായിരിക്കുന്നു. നമുക്ക് നമ്മത്തിനെ താഴ്ത്തി ഏൽപ്പിക്കാം. കർത്താവിലേക്ക് സ്നേഹം നിറഞ്ഞ പിതാവേ, അതെ കർത്താവേ, അവിടുത്തെ വചനത്തിന് വെളിച്ചം ഞങ്ങളിലുള്ള കറയും ചുളുക്കവും കളങ്കവും ഒക്കെ കാണിച്ചു തരുന്നുവല്ലോ കർത്താവേ. ഞങ്ങൾ മാനസാന്തരപ്പെടട്ടെ. ഞങ്ങളതിനെക്കുറിച്ച് ന്യായീകരിച്ചാതോ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ അല്ലേ എന്ന് പറഞ്ഞ് കർത്താവെ ഞങ്ങൾ ന്യായീകരിച്ചു കൊണ്ടിരിക്കാതെ, ഞങ്ങളതിനെ വഞ്ചിക്കാതെ കർത്താവെ, അവിടുന്ന് വചനമാകുന്ന കണ്ണാടിയിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്ന കുറവുകളെ കണ്ട് മാനസാന്തരപ്പെടുക ഞങ്ങളെ ഓരോരുത്തരെ സഹായിക്കണേ കർത്താവെ. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ കഴുകണം. വസ്ത്രം അലക്കി ശുദ്ധമാക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണേ കർത്താവെ. സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളൊക്കെ ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവെ. അവിടുന്ന് ഞങ്ങളുടെ മനസാക്ഷിയിൽ ഇന്നത്തെ വചനധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് കർത്താവെ കാണിച്ചു തന്ന കുറവുകളെല്ലാം ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവെ. ഞങ്ങളോട് മനസ്സിലുണ്ടാകണമേ, ഞങ്ങൾക്ക് ശക്തി തരണമേ. അവിടുന്ന് ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക ഞങ്ങളെ സഹായിക്കണമേ. വിശ്വസ്തരായിട്ട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. അവിടുത്തെ അമിതബലത്തെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ചാട്ടെ കർത്താവെ. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയാട്ടെ. അവിടുത്തെ സ്വരൂപത്തിലേക്ക് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണേ കർത്താവെ. അവിടുന്ന് ചിന്തിച്ചതുപോലെ, അവിടുന്ന് കാര്യങ്ങളെ നോക്കി കണ്ടതുപോലെ, അവിടുന്ന് പറഞ്ഞതുപോലെ, അവിടുന്ന് കാര്യങ്ങൾ ചെയ്തതുപോലെ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങളോട് ചേർന്ന് നടപ്പാൻ, ആൽഫ്യമേഘമായിട്ടുള്ള അങ്ങയോട് ചേർന്ന് നടപ്പാൻ, എല്ലാം അങ്ങയിൽ നിന്നും അങ്ങയിലൂടെ അങ്ങയിലേക്കും ആകുന്നുവല്ലോ കർത്താവെ. അവർ കല്യാണ വസ്ത്രം തുന്നുവാൻ ഞങ്ങളെയും സഹായിക്കണം. നന്ദി കർത്താവെ, നന്ദി. ഞങ്ങളുടെ ചെറുപ്പക്കാരെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളെ ഓരോരുത്തരും കർത്താവെ, ഞങ്ങൾ കായംകുളം സഭയെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് കാണുമ്പോൾ അവിടുന്ന് ഏതൊരവസ്ഥയിൽ ഞങ്ങളെ കാണപ്പെടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുവോ ആ ഒരു അവസ്ഥയിലേക്ക് വളർന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം കർത്താവെ. കുറവുകളോർത്ത് മാനസാന്തരപ്പെടുന്നു. അവിടുത്തെ രക്തത്താൽ കഴുകി സ്നേഹത്താൽ നിറയ്ക്കണം. പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാൽ നിറയ്ക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിൻ്റെ അഗ്നിയാൽ നിറച്ചാട്ടെ. അവിടുത്തെ വചനത്തിന് വേണ്ടിയുള്ള വലിയൊരു ദാഹവും വിശപ്പൊക്കെ ഞങ്ങൾക്ക് തന്നാട്ടെ. അവിടുത്തെ വചനത്തിന് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ഞങ്ങളെ ഓരോ ദിവസവും സഹായിക്കണം. കുടുംബമായിട്ട്, സഭയായിട്ട് ഞങ്ങളെ സഹായിക്കണം. നന്ദി കർത്താവേ, നന്ദി. പ്രാർത്ഥനയായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ യേശുവിൻ്റെ വിലയേറിയ മാധുര്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.